പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ യാത്ര കാരന്തൂർ മർക്കസിലെത്തി നിൽക്കുകയാണ്. ഉസ്താദ് കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാറിന്റെ ആസ്ഥാനത്തേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്, അല്ലേ? ഈ ലഹരിക്കെതിരെ ഒരുപക്ഷെ നേരത്തെ തന്നെ നമ്മളെക്കാളും മുമ്പേ ഒരുപാട് മുന്നേ തന്നെ ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിലൊക്കെ ലഹരിക്കെതിരെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മർക്കസിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതിനൊരു പ്രാധാന്യം കൂടുതൽ നമ്മുടെ യാത്ര ലഹരിക്കെതിരായ എന്തെല്ലാം സാർ, സുഖം തന്നെയല്ലേ? സുഖം തന്നെ. ഇത് ഹാഷ്മി റഫ്സൻജാനി അല്ലെ? അപ്പൊ നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വിജയകുമാർ സാർ ഇല്ല ഇന്ന് കൂടെ? അതെ. പിന്നെ വിമൻസ് ഈവനിങ് നടക്കണായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകൾ അവിടെ ആയിരിക്കുന്നതാണ്. ഓ, കാണുന്നുണ്ട്. കാരണം 24 ഒരുപാട് കാണുന്ന ഒരു സ്ഥലമായിരുന്നു എനിക്ക്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം അങ്ങനെ നേരിട്ട് കാണാൻ പറ്റിയത്. അപ്പൊ നമ്മള് എന്നാൽ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാം. ഏത് ലഹരി വസ്തു നിഷിദ്ധമാണ്? ലഹരി ഉപയോഗിക്കുന്നവന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല. പ്രവാചകന്റെ വചനങ്ങൾ എല്ലാം ഉയർത്തിപ്പിടിച്ചാണ് നമ്മളെ. ലഹരി ഉപയോഗിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല, അല്ലേ? പ്രവാചകന്റെ അധ്യാപനവും. അപ്പോ ദീപക് നേരത്തെ പറയുകയായിരുന്നു ഈ ലഹരിക്കെതിരായിട്ട് ആദ്യമായിട്ട്, അല്ലേ? ഒരു പക്ഷേ നമ്മളൊക്കെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലഹരിക്കെതിരെ കൃത്യമായി കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ, അതുപോലെ ഉസ്താദിന്റെ പഠന ക്ലാസ്സുകളെല്ലാം സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ 62 വർഷം മുതൽ ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനം എന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ക്യാമ്പയിനായിട്ട് എടുത്തത്. അതുകൊണ്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഈ യാത്രയിൽ നിർബന്ധമായും എത്തേണ്ട ഒരിടത്താണ് എത്തിയത്, അല്ലേ? അല്ല, കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ കേരളത്തിൽ നമ്മളിപ്പോ 12 ജില്ല ഏകദേശം കടക്കുക, 26ാമത്തെ ദിവസമാണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാല് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും അപകടം, വളരെ മോശമാണ് സ്ഥിതി. നമ്മളിപ്പോ കാര്യമായിട്ട് പിടിച്ചില്ലെങ്കിൽ കേരളം കൈവിട്ടു പോകും. ലേറ്റായി, തീർച്ചയായും. എന്നാലും നമുക്ക് ഇനി ലേറ്റായി വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ പുരോഹിതന്മാരോ പണ്ഡിതന്മാരോ മതമേലധ്യക്ഷന്മാരോ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ മാധ്യമപ്രവർത്തകരോട്, പ്രത്യേകിച്ച് സീനിയർ മാധ്യമപ്രവർത്തകനായ SKനെ കൊണ്ട് ഉണ്ടാകുമെന്ന്. അതെ 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 അതെ. ഈ SKN യാത്ര തുടങ്ങുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു, 1 മണിക്കൂർ നീണ്ട ഒരു വലിയ അഭിമുഖം. ആ അഭിമുഖത്തിന്റെ ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഈ യാത്രയുടെ ഒരു വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രി സമർപ്പിക്കും, അത് SKN സമർപ്പിക്കുന്നു പറയുന്നു. അതെ അതെ. അപ്പൊ അതിനകത്ത് ഈ ഉറവിടങ്ങളും ഇതിനകത്തുള്ള അപകടകാരികളുടെ പേര് വിവരങ്ങൾ കളചിത്രം സഹിതം അവരുടെ പടവും കാണും. കാര്യം ടെലിവിഷനിലെ പടം വേണമല്ലോ. അതെ, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമല്ലല്ലോ. ഇതിന്റെ വലിയ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് സമുദായത്തിലും സമൂഹത്തിലും ഒക്കെ പ്രത്യേക റോൾ അഭിനയിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണ നമ്മൾ പറയുമ്പോൾ ഇസ്ലാം ഒരു മതമാണ്, മതപരമായി തന്നെ വിലക്കുണ്ടല്ലോ. തന്നെ പറയുന്നത് അതിന്റെ ഒരു പിന്തുടർച്ചയായിട്ടാണോ ഉസ്താദ് ഇത്തരത്തിലൊരു ഇടപെടൽ പണ്ടേ നടത്തിയത്? അതെ അതെ, നേരത്തെ നമ്മുടെ ഓരോ നീക്കങ്ങളും മതപരമാകണം എന്ന കണിശതയിൽ കൂടിയാണ് കാന്തപുരം വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കാരണം വിപത്തുകൾ എന്താണെന്ന് വളരെ കൃത്യമായി വിശദീകരണം കൊടുത്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് പതിറ്റാണ്ടുകളായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കാന്തപുരം ഉസ്താദ് അവറുകൾ ഇതിന്റെ ഭവിഷ്യത്ത് തന്റെ ഓരോ വിദ്യാർത്ഥിയെയും, എന്ന് പറഞ്ഞാൽ 60,000-ത്തിലധികം വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ, അവരെയൊക്കെ അല്ല ഈ കാലയളവിൽ അത്രയും വിദ്യാർത്ഥികൾക്ക് ഈ ആശയങ്ങൾ എന്നും പകർന്നു കൊടുക്കുകയാണ്. അവരൊക്കെ കേരളത്തിന്റെയും ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റുകളിലും രാജ്യത്തിനു പുറത്തുമൊക്കെ ഇത്തരം ആശയങ്ങൾ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. പോലീസ് 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി MD അടിച്ച കാര്യം പറയായിരുന്നു. അപ്പൊ അത്രത്തോളം സ്വീകരണമാണ്, എല്ലാ പഞ്ചായത്തിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ മത നേതൃത്വങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ മതനേതൃത്വം ഇത് ശ്രമിച്ചാലാണ് ഗുഡ് ഈവനിങ്. ഓ നമസ്കാരം. ഓ അപ്പൊ സന്തോഷം. ഓ താങ്ക് യു വെരി ഗുഡ്. താങ്ക് യു.
അപ്പൊ നമുക്ക് വളരെ ഒരു സാധാരണ കവിഞ്ഞ് നമുക്ക് നമുക്ക് അങ്ങോട്ട് തീർച്ചയായിട്ടും Parade! Standard! Yes! Parade! Attention! Parade! Front salute! Salute! Up! SPC കുട്ടികളാണ് ഇപ്പം ഈ സല്യൂട്ട് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഇവർക്കും നിർണായകമായ റോളുണ്ട്. കാരണം ഈ ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിലും അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിലും SPCക്ക് നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ പറ്റും. ഓക്കെ എന്തായാലും നന്നായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. ഓക്കെ താങ്ക്സ് അലോട്ട്. ഞങ്ങൾക്ക് ഇതൊരു റയർ എക്സ്പീരിയൻസാ, അപൂർവമായ റയർ എക്സ്പീരിയൻസാ. നമുക്ക് അങ്ങോട്ട് നീങ്ങിയാലോ? ഓക്കെ താങ്ക് യു ഓൾ. ഓക്കെ വരയ്ക്കോ? ശരി മദ്യം തിന്മകളുടെ മാതാവ്. അതെ ഇതിപ്പെന്താ വരയ്ക്കുന്നത്? എന്താ? അൽഹംറു ഉമ്മുൽ ഖബായിദ്, മദ്യം തിന്മകളുടെ മാതാവ്. കാലത്തിൻ കുത്തൊഴുക്കിനെതിരെ നീന്തുക, നാം കാവലിലോകമിലുലകർക്ക് മാതൃക. കാരുണ്യത്തിൽ നീരാഴൊഴുകിയിടുക, നാം കാലമീ ഭൂമിയിൽ തുറന്നു വെക്കുക. കാലങ്ങളായി കാർന്നു തിങ്ങിടുന്ന ലഹരികളെ ആട്ടിയകറ്റി നാടിൻ പടി കടത്തുക. പരിപാടി സ്ഥലത്തേക്ക് നീങ്ങാൻ പോകും. നമ്മളെ തിരിച്ചു വരുമ്പോൾ ഫുൾ ഷൂട്ട് ചെയ്യാം. ഓക്കെ യു ക്യാരി ഓൺ. ഓക്കെ താങ്ക് യു. മുഹമ്മദ് നസീം. നസീമെ താങ്ക് യു, ക്യാരി ഓൺ. ഓക്കെ നസീമിനെ നമ്മൾ പിന്നെ കാണും. അപ്പൊ ശരിക്കും നമ്മളിപ്പം എത്ര കുട്ടികൾ ഇപ്പൊ മർക്കസിൽ പഠിക്കുന്നുണ്ട്? മർക്കസിന്റെ വിവിധ ക്യാമ്പസുകളിലായി 65,000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളിലൊന്നും സ്വാധീനമില്ലാതെ ഇതിന്റെ സ്വാധീനം വരാതിരിക്കാൻ എന്താ ചെയ്യുന്നത്? മർക്കസ് എന്താണ് ഒരു പ്രിക്കോഷൻ, ഒരു കരുതൽ വേണമല്ലോ? മർക്കസിന്റെ എന്ന് പറഞ്ഞാൽ ആത്മീയമായ വിദ്യാഭ്യാസം, പിന്നെ ഡിസിപ്ലിൻ, ഈ 2 പോയിന്റുകളാണ് നമ്മൾ മർക്കസ് ഫോക്കസ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ പ്രത്യേകമായ ക്ലാസ്സുകളും ആഴ്ചയിലെ അസംബ്ലി ഉണ്ട്. ആ അസംബ്ലിയിൽ എല്ലാ സ്റ്റുഡൻസും എല്ലാ സ്റ്റാഫും എല്ലാവരും ചേർന്നുകൊണ്ട് അവർക്ക് ഈ ലഹരി വസ്തുക്കളെ പറ്റിയുള്ള അവബോധം നൽകി അതിൽ നിന്ന് സൂക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. മഹലില് നമ്മള് എല്ലാ വെള്ളിയാഴ്ചകളിലും പിന്നെ പ്രത്യേകമായിട്ട് ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നുണ്ട്. എല്ലാ മഹലിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം പെരുന്നാളിൽ ഉസ്താദിന്റെ സന്ദേശത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് ലഹരിക്കെതിരായ വളരെ കൃത്യം നടത്തിയിട്ടുണ്ട്. പിന്നെ വിദേശ നാടുകളിൽ നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ടല്ലേ ഇവിടെ? വിദേശ നാടുകളിലെ ബോർഡുകൾ നോളജ് സിറ്റിയിലാണ്, മർക്കസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നോളജ് സിറ്റിയിലാണ് അതിനു വേണ്ടിയുള്ള ഹമ്പ് തയ്യാറാക്കിയത്. അതിലെ വഴിയില്ലേ? പ്ലീസ് കം ഹിയർ. എന്തായാലും ഇവിടെ ഒരു റയർ എക്സ്പീരിയൻസ് ആയ എല്ലാവരും ഇതിൽ ഫീൽ ചെയ്യുന്നത്. മർക്കസിന്റെ 1978 മുതൽക്കാണ് മർക്കസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുവരെ മതവിദ്യാഭ്യാസം മാത്രമായിരുന്നു കുട്ടികൾക്ക് ലഭിച്ചിരുന്നത്. ഇത് രണ്ടും ഒരു അംബ്രല്ലയ്ക്ക് കീഴിൽ 2 വിദ്യാഭ്യാസം ഒന്നിച്ച് നൽകി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത. നാം കാദമി ഭൂമിയിൽ തുറന്നു വയ്ക്കുക, കാലത്തിൻ കുത്തൊഴുക്കിനെതിരെ നീന്തുക, നാം കാവലി ലോകമിലുലകർക്ക് മാതൃക. കാരുണ്യ തെളിനീരായൊഴുകിയിടുക, നാം കാദമി ഭൂമിയിൽ തുറന്നു വയ്ക്കുക. കാലങ്ങളായി കാർന്നു തിന്നിടുന്ന ലഹരികളെ ആട്ടിയകറ്റി നാടിൻ പടി കടത്തുക. കാതങ്ങളോളം നിലയ്ക്കാത്ത ധർമ്മമാണ് നാം എന്നുറക്കെ വിളിച്ചോതിയിടുക.
നാം നന്മയുള്ള വൻമരങ്ങളാവുക, നാം നന്മയുള്ള വൻമരങ്ങളാവുക. മാനുഷർ പരസ്പരം മറന്ന് കൊന്ന് കൊലവിളിക്കും, മാനുഷിക മൂല്യങ്ങൾ ചോർന്നൊലിക്കും. ബന്ധുബന്ധമില്ല അന്ധമായ കാമവെറി ചുവക്കും, ഈ അരാജകത്വമെന്ന് പോയി മരിക്കും. മാനുഷർ പരസ്പരം മറന്ന് കൊന്ന് കൊലവിളിക്കും, മാനുഷിക മൂല്യങ്ങൾ ചോർന്നൊലിക്കും. ബന്ധുബന്ധമില്ല അന്ധമായ കാമവെറി ചുവയ്ക്കും, ഈ അരാജകത്വമെന്ന് പോയി മരിക്കും. മാറ്റി നിർത്തിടാതെ യൗവനങ്ങളെ പറഞ്ഞു ചേർത്ത് വേദനിച്ചിടാതെ താക്കീതു നൽകണം. കാരകന്ന മാനമായി നാളെയുടെ കാവലായി പൗരബോധമുള്ള നല്ല ജനതയാവണം. ഭീതിയെ തുരത്തിടുന്ന മന്ത്രമോദണം, പാരിതിൽ പരവതാനി നാം ഇരിക്കണം. നേരിന്റെ ധർമ്മക്കൊടി നെഞ്ചിലേറ്റണം, നേരായ പാതയെ നാം വഴിതെളിക്കണം. ഈ വനം പൂവനം ലഹരി മുക്തമായ യൗവനം, ഈ വനം പൂവനം ലഹരി മുക്തമായ യൗവനം. മർക്കസ് എന്ന വിശ്വവിദ്യ പൂത്ത സൽത്തണൽ മരം, മർത്യരിൽ നന്മയിട്ടു നട്ടിടും ഫലം. കാവലായി കാന്തപുരം എന്ന നൽമഹാമനീഷി കാട്ടിത്തന്നു നന്മ വെണ്മയായി തൽഫലം. മർക്കസ് എന്ന വിശ്വവിദ്യ പൂത്ത സൽത്തണൽ മരം, മർത്യരിൽ നന്മയിട്ടു നട്ടിടും ഫലം. കാവലായി കാന്തപുരം എന്ന നൽമഹാമനീഷി നാട്ടിത്തന്ന നന്മ വെണ്മയായി തൽഫലം. കാട്ടിത്തന്നു ദീനിസ്ലാം നിത്യശാന്ത വഴിധരണി, കത്തിടുന്നു നമ്മളെ യാദവള പ്രകാശം. അരുത് അക്രമം ലഹരി എന്ന വാക്യമേറ്റു ചൊല്ലി SKN യാത്രയോട് ചേർന്നൊരു പാശം. മദ്യമയക്കിന്റെ കോട്ട നാം തകർക്കണം, വിദ്യ നൽകി ജഗത്തെ വാർത്തൊരുക്കണം. എന്നുമെന്നുമായുരം പ്രധാനമാവണം, എങ്കിലെന്നും ഈ വെളിച്ചം നമ്മൾ കാണണം. ഈ വനം പൂവനം ലഹരി മുക്തമായ യൗവനം, ഈ വനം പൂവനം ലഹരി മുക്തമായ യൗവനം. ഈ വനം പൂവനം ലഹരി മുക്തമായ യൗവനം, ഈ വനം പൂവനം ലഹരി മുക്തമായ യൗവനം. മർക്കസ് ലോ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് സ്വാഗത ഭാഷണം നിർവഹിക്കുന്നു. മനോഹരമായ ഈ സായാഹ്നത്തിൽ ഒത്തുകൂടിയ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഏറെ സാമൂഹിക പ്രാധാന്യമുള്ള കാലിക പ്രസക്തമായ ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ ശ്രീ SKN നടത്തുന്ന യാത്രയ്ക്ക് മർക്കസിൻ്റെ കവാടത്തിൽ അതിഗംഭീരമായ സ്വീകരണം നാം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ എന്ന നിലക്ക് ശ്രീ SKN നടത്തുന്ന ഈ യാത്ര കേരളത്തിലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പുതിയ ഉൾക്കാഴ്ച നൽകുമെന്നും നമ്മുടെ വിദ്യാർത്ഥി യുവജന സമൂഹത്തെ ലഹരിയുടെ വിപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിൽ പുതിയ കർമ്മ പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിനാവശ്യമായ ആശയങ്ങൾ രൂപീകരിക്കാൻ ഇടവരുത്തുമെന്നും ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. ഏതാനും വർഷം മുമ്പ് കൊറോണ എന്ന മഹാവിപത്ത് കടന്നു വന്നപ്പോൾ കൊറോണയെ ഇന്ത്യയിലെ ജനത പ്രതിരോധം തീർത്തത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ്. കൊറോണ എന്ന മഹാവിപത്തിനെതിരെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും
കൂട്ടായി ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ യുവസമൂഹത്തിനെ അവരുടെ ഊർജത്തെ, അവരുടെ ജീവിതത്തെ, അവരുടെ യൗവനത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ കൂട്ടായ പരിശ്രമങ്ങൾ അനിവാര്യമാണെന്നാണ് ശ്രീ SKNന്റെ ഈ യാത്ര കൂടെ നമ്മോട് വിളിച്ചു പറയുന്നത്. മാധ്യമപ്രവർത്തകർ മാത്രമല്ല, NGOs മാത്രമല്ല, ആത്മീയ നേതാക്കൾ മാത്രമല്ല, വിദ്യാർത്ഥി യുവജനങ്ങൾ, സമൂഹത്തിലെ എല്ലാ ആളുകളും ഒത്തുചേർന്ന് ഈ സാമൂഹ്യ വിപത്തിനെതിരെ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. മർക്കസ് സ്ഥാപനങ്ങൾ ലഹരിക്കെതിരെ, അത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ വളരെ സമഗ്രമായ വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകളുടെ, ഉസ്താദ് C മുഹമ്മദ് ഫൈസി അവറുകളുടെ, ഉസ്താദ് അബ്ദുൽ ഹക്കീം അസ്ഹരി അവറുകളുടെ, ഉസ്താദ് ചുള്ളിക്കോട് അവറുകളുടെയൊക്കെ ഉപദേശ നിർദ്ദേശത്തിലും നേതൃത്വത്തിലും ഇത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരെ വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും ബോധവൽക്കരിക്കുന്നതിന് മർക്കസ് സ്ഥാപനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മർക്കസ് സ്ഥാപനങ്ങളിലെ പ്രവേശന സമയത്ത് തന്നെ ഇത്തരം ലഹരി വിരുദ്ധ സന്ദേശം ഉൾപ്പെടെ വിദ്യാർത്ഥികളിലും അവരുടെ രക്ഷിതാക്കളിലും എത്തിക്കുന്നതിനും അവരോട് മർക്കസ് സ്ഥാപനങ്ങൾക്കുള്ള സീറോ ടോളറൻസ് നിലപാട് ബോധ്യപ്പെടുത്തുന്നതിനും ഞങ്ങൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരാറുണ്ട്. മർക്കസിന് KG തലം മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ PhD തലം വരെ വിവിധ സ്ഥാപനങ്ങളുണ്ട്, വിവിധ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് മർക്കസ് ലോ കോളേജ്. നിങ്ങൾ കേട്ട് കാണും. മർക്കസ് ലോ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവേശന സമയത്ത് തന്നെ ലഹരിക്കെതിരെയുള്ള നമ്മുടെ വളരെ കർക്കശമായ നിലപാട് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്താറുണ്ട്. നമുക്ക് മനസ്സിലാക്കിയതുപോലെ യുവാക്കളുടെ ഈ ഡൈനാമിക് എനർജി, ഈ ഊർജം, ആ പ്രായത്തിൻ്റെ ഊർജം പോസിറ്റീവായി ചാനലൈസ് ചെയ്താൽ മാത്രമേ അവരെ ഇത്തരം വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്പോർട്സ് ആക്ടിവിറ്റീസിൽ അവരെ എൻഗേജ് ചെയ്യിക്കുന്നതോടൊപ്പം വിവിധ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ അവരെ വ്യാപൃതരാക്കിയാണ് മർക്കസ് ലോ കോളേജ് അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോ കോളേജിലെ ഓരോ ബാച്ചും വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിൽ നിന്ന് ഓരോ സെറ്റിൽമെൻറ്റുകൾ അഡോപ്റ്റ് ചെയ്യുകയും അവിടെ ലീഗൽ ലിറ്ററസി, ലീഗൽ എയ്ഡ് പ്രോഗ്രാം നടത്തുകയും സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ കൃത്യമായി അത്തരം ഉന്നതികളിൽ സെറ്റിൽമെൻറ്റുകളിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തി ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഡ്യൂട്ടി അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ കോടഞ്ചേരി, പുതുപ്പാടി പഞ്ചായത്തുകളിൽ വളരെ വ്യാപകമായി മർക്കസ് ലോ കോളേജിൻ്റെ കീഴിൽ നടക്കുന്ന സ്റ്റുഡൻസ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, ഇങ്ങനെ മർക്കസിൻ്റെ ഓരോ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ ഊർജത്തെ കർമ്മനിരതമായി ക്രിയാത്മകമായി ചാനലൈസ് ചെയ്തുകൊണ്ടാണ് ലഹരി പോലെയുള്ള വിപത്തുകളെ മറികടക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ദീർഘിച്ചു കൊണ്ടുപോകുന്നില്ല. മർക്കസ് എന്ന മഹാപ്രസ്ഥാനം കഴിഞ്ഞ 50 വർഷക്കാലത്തിലേറെയായി ഇന്ത്യയിലെ പാർശ്വവൽകൃത സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, സാമൂഹിക ശാക്തീകരണത്തിൻ്റെ എല്ലാ മേഖലകളിലും മർക്കസ് അതിൻ്റെതായ ഇടമടയാളപ്പെടുത്തിയിട്ടുണ്ട്. 22 സംസ്ഥാനങ്ങളിലായി 1,00,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയ ക്യാമ്പസാണ്, വലിയ വ്യത്യസ്ത ക്യാമ്പസുകളാണ് മർക്കസിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഊർജം രാഷ്ട്ര നിർമ്മിതിക്കും സാമൂഹ്യ നിർമ്മിതിക്കും വേണ്ടി ഉപയോഗിക്കുന്നതിന് മർക്കസിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും വളരെ വ്യവസ്ഥാപിതമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. ഈ യാത്രയുമായി ഇവിടെ എത്തിയ ശ്രീ SKN 24 ന്യൂസ് മർക്കസിൻ്റെ ഈ പ്രവർത്തന വൈപുല്യത്തെ എന്നും മനസ്സിലാക്കിയവരാണ്. ഈ സന്ദേശത്തെ ഇന്ത്യയിലെ, കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതിന് വേണ്ടി എന്നും മുന്നിൽ നിന്നവരാണ്. ഞങ്ങൾ ആ കൃതജ്ഞത സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കളുടെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഫലം കാണുമെന്ന് ഈ സമയത്ത് ഞങ്ങൾ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ എൻ്റെ സഹോദരന തുല്യനായ സുഹൃത്ത് ശ്രീ ദീപക് ധർമ്മടം കഴിഞ്ഞ 10 വർഷത്തിലേറെയായി മർക്കസിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങളിൽ ഒരാളെന്ന പോലെ അറിയുന്ന ആളാണ്. ഈ സന്ദേശങ്ങളെ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുന്നോട്ട് വെക്കുന്ന ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായ, ദേശീയോദ്ഗ്രഥനത്തിൽ അധിഷ്ഠിതമായ ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം ജീവിതത്തെ എങ്ങനെ പ്രതിനിധാനം ചെയ്യണമെന്ന സന്ദേശം മുന്നോട്ട് വെക്കുന്ന ആ ആശയത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ശ്രീ ദീപക് എപ്പോഴും ഞങ്ങളോട് സഹകരിക്കാറുണ്ട്.
ദീപകിൻ്റെ സേവനങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിലുള്ള 24 ന്യൂസിലെ മാധ്യമപ്രവർത്തകരായ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ, അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഹാഷ്മി താജ് ഇബ്രാഹിം, സീനിയർ ന്യൂസ് എഡിറ്റർ 24 ന്യൂസ്, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ദീപക് ധർമ്മടം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ 24 ന്യൂസ്, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മർക്കസ് ഭാരവാഹികളായ ഉസ്താദ് സി മുഹമ്മദ് ഫൈസി, ഉസ്താദ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഉബൈദുള്ള സഖാഫി, മർക്കസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലെ മേധാവികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വെക്കേഷൻ നടക്കുന്നത് കൊണ്ട് തിയോളജി കോളേജിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ സദസ്സിലുള്ളത്. വെക്കേഷൻ ആയതുകൊണ്ട് മറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വൈകാതെ തന്നെ അത്തരം ഒരു സംഗമം കൂടെ നമുക്ക് നടത്തേണ്ടതുണ്ടെങ്കിൽ ആവാമെന്ന് ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. 24 ന്യൂസിൻ്റെ ഈ യാത്രയിലൂടെ രൂപപ്പെടുന്ന ആശയങ്ങൾ പ്രായോഗികവൽക്കരിക്കുന്നതിന് മർക്കസിൻ്റെ സ്ഥാപനങ്ങൾ, മർക്കസിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ബാധ്യതയെ നിർവഹിക്കാൻ തയ്യാറാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലുള്ള ധന്യമായ നേതൃത്വം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ യാത്രയെപ്പറ്റി പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാണ് എൻ്റെ ധാരണ. കാരണം 24 വളരെ കീനായി വാച്ച് ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മളിവിടെ വന്നതിന് ശേഷം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കാണുകയുണ്ടായി. കഴിഞ്ഞ 26-ാം തീയതി തുടങ്ങിയ യാത്രയാണ്. തിരുവനന്തപുരത്തു നിന്നും 100 അമ്മമാർ അവരുടെ ഹൃദയത്തിലെ, അവരുടെ നെഞ്ചിൽ നീറുന്ന നെരിപ്പോടിൽ നിന്നും കൊളുത്തിയ ദീപശിഖ ഏന്തിയുള്ള യാത്രയാണത്. എന്ന് പറയാൻ കാരണം, സാധാരണഗതിയിൽ അത്തരം യാത്രകൾ ഉദ്ഘാടനം ചെയ്യുക നടന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെയാണ്. ഇത് നമ്മുടെ യാത്ര ഉദ്ഘാടനം ചെയ്ത് ദീപം കൊളുത്തിയത് അവരൊന്നുമല്ല, 100 അമ്മമാരാണ്. ആ അമ്മമാരെന്ന് പറയുന്നത് ഹൃദയത്തിൽ വലിയ ആഴത്തിൽ വേദനയുള്ള അമ്മമാരാണ്. നമുക്കറിയാം, വയനാട് റാഗിങ്ങിനിരയായി ആത്മഹത്യ ചെയ്ത, ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അവർക്ക് സംശയം ഇപ്പോഴും ഉണ്ട് കേട്ടോ. സിദ്ധാർത്ഥൻ്റെ അമ്മയടക്കം ഈ പറയുന്ന റാഗിങ്ങിൻ്റെ, ലഹരിയുടെ ദുരവ്യാപക പ്രത്യാഘാതങ്ങൾ മരിക്കുവോളം മണ്ണിൽ മനസ്സിൽ വലിയ മുറിവായി നിൽക്കുന്ന 100 അമ്മമാരുടെ പ്രാർത്ഥനയോടെയാണ് ഈ യാത്ര തുടങ്ങിയത്. അപ്പോൾ ആ യാത്ര ഇങ്ങനെ കടന്നു വന്ന് ഇതിപ്പോൾ 12-ാമത്തെ ജില്ലയാണ്. ഇനി 2 ജില്ലകൾ മാത്രമേ നമുക്ക് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളൂ. അത് കണ്ണൂരും കാസർഗോഡുമാണ്. പിന്നീട് കോഴിക്കോട്, കടപ്പുറത്ത് സമാപനം. പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ കൈവച്ച് ഹൃദയത്തിൽ നിന്ന് പറയാം, നമ്മൾ ഈ 2025 ജനുവരി 1 മുതൽ തുടങ്ങിയ എത്രയെത്ര കൊലപാതകങ്ങൾ, എത്രയെത്ര കൂട്ടക്കൊലകൾ നമ്മൾ കണ്ടതാണ്. എത്രയെത്ര ബ്രൂട്ടലായ കൊലപാതകങ്ങൾ, അതും സ്വന്തം മാതാവിനെയൊക്കെ കഴുത്തറത്ത് കൊല്ലുന്ന മടിക്കാത്ത, കൈവറയ്ക്കാത്ത ആൺമക്കളെ നമ്മൾ കണ്ടു. സ്വന്തം പിതാവിനെ കൊല്ലാൻ കൈവറയ്ക്കാത്ത ഒരു മകനെ നമ്മൾ കണ്ടു. അത്രത്തോളം സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവന്ന മകനാണ് കേട്ടോ. മകനെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ഹിംസയുടെ പരമാവധി, ഹിംസയുടെ പരകോടി ഈ പറയുന്ന 2025 ജനുവരി 1 മുതൽ ഈ നിൽക്കുന്ന ദിവസം വരെ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് ആബേൽ എന്ന് പറയുന്ന 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ജോജി എന്ന് പറയുന്ന ഒരാൾ ചെളിക്കുണ്ടിൽ മുക്കിക്കൊന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലടക്കം നമ്മൾ കേൾക്കുന്നത്. അതിനുശേഷം എത്ര കൊലപാതകങ്ങളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ലല്ലോ ദൈവമേ എന്ന പ്രാർത്ഥനയിലാണ് നമ്മൾ ആ യാത്ര തുടങ്ങിയത്. യാത്ര തുടങ്ങുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഈ വാർത്താമോലിയിൽ നിന്ന് കണ്ടതൊന്നുമേ അല്ല ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഭീതമാണ് സാഹചര്യം എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അതിന് കാരണം, നമ്മൾ ഈ കടന്നു വന്ന 14 ജില്ലകളിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ പോലും MDMA എന്ന് പറയുന്ന മാരകമായ രാസലഹരിയുടെ ലഭ്യത ഇല്ലാതെയില്ല എന്ന് പറഞ്ഞാൽ, അവിടെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് ആവശ്യമുള്ള ഒരാൾ കിട്ടുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുന്നത് അതിഭീകരമായ, നമ്മൾ നിൽക്കുന്ന ഒരു വോൾക്കാനോയ്ക്ക് മുകളിലാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി, ഭയപ്പെടുത്താൻ വേണ്ടി എന്ന് പറയാൻ ഞാൻ ദോഷകതിർക്കാവുന്നതല്ല, ഞാൻ നെഗറ്റീവ് ആവുന്നതല്ല, ഞാൻ സിനിക്കാവുന്നതല്ല. പക്ഷെ അതാണ് യാഥാർത്ഥ്യം എന്നത് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുത്തെ CI പറയുകയാണ്, ഈ പറയുന്ന MDMA എന്ന് പറയുന്ന മെത്തിലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന മാരകമായ രാസലഹരിയുടെ കില്ലർ ഡ്രഗിൻ്റെ ഗണത്തിൽപ്പെടുന്ന, നമ്മുടെ ജീവനെയും ജീവിതത്തെയും മുടിപ്പിച്ച് കളയുന്ന ഈ രാസലഹരിക്ക് അടിമയായ ഒരു വിദ്യാർത്ഥിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു ആ CI. ആ വിദ്യാർത്ഥി പഠിക്കുന്നത് ഡിഗ്രിക്കല്ല, ആ വിദ്യാർത്ഥി പഠിക്കുന്നത് PGക്കല്ല, ആ വിദ്യാർത്ഥി പഠിക്കുന്നത് +2 പോലും അല്ല, ആ വിദ്യാർത്ഥി പഠിക്കുന്നത് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി. എത്ര വയസ്സാണ് പ്രായം? 9 വയസ്സാണ് പ്രായം. തറാപ്പറ എന്നൊക്കെ പറഞ്ഞ് അത് അടുത്ത കൂട്ടക്ഷരം പഠിച്ചു തുടങ്ങുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഈ പറയുന്ന രാസലഹരിക്ക് അഡിക്റ്റ് ആയെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലം മാരകമായ കെട്ടകാലമാണ്. ആ കെട്ടകാലത്തെ നമുക്ക് അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. ആ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്കാണ് SKN40 എന്ന് പറയുന്ന, SKN എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിന് 40 വർഷങ്ങൾ പൂർത്തിയാവുന്ന ആ മഹനീയ നിമിഷം നമ്മൾ കേരളം ഒട്ടാകെ സഞ്ചരിച്ച് ഈ കെട്ടകാലത്തിൻ്റെ ഒരു പ്രാർത്ഥന പോലെ
അല്ലെങ്കിൽ ഈ കെട്ടകാലത്തെ ഒരു ഉണർത്തുവാക്ക് പോലെ കേരളമൊട്ടാകെ നടന്ന് ഇതിൻ്റെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാനും പറയാനുമൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മളിത് ശരിയാണ്, നമ്മൾ കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന വാർത്തകളൊക്കെ നെഗറ്റീവ് ആണെങ്കിലും അന്ധകാരത്തിൽ ഈ ഒരു നുറുങ്ങ് വെളിച്ചമെന്ന മട്ടിൽ നമ്മൾ കുറേയധികം കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അതുകൂടി പറയണമല്ലോ, മൊത്തത്തിൽ നെഗറ്റീവായി പോയിക്കൂടാ. നമ്മൾ അമ്മമാരുടെ ആർമിയെ കണ്ടു, അങ്ങാടിപ്പുറത്ത്, കോട്ടയ്ക്കൽ അങ്ങാടിപ്പുറത്ത് 500ഓളം അമ്മമാരുടെ ആർമിയെ കണ്ടു. അവർ സ്ഥൈര്യത്തോടെ ആർജവത്തോടെ പറയുന്നു, ഞങ്ങളുടെ മക്കളെ വേട്ടയാടാൻ വരുന്ന ഈ ലഹരി ഭൂതത്തെ ഞങ്ങൾ വിടില്ല. ഞങ്ങൾക്ക് അവരുടെ ബലിത്തറകളിൽ അവരുടെ ഏതോ ലോകത്തിരുന്ന് അവരെ നിയന്ത്രിക്കുന്ന അവരുടെ ഡ്രഗ് മാഫിയമാർക്ക്, അവരുടെ ഡ്രഗ് നേതാക്കന്മാർക്ക് തിന്നു കൊഴുത്ത് ചീർക്കാൻ ഇനിയും ഞങ്ങളുടെ മക്കളെ നിങ്ങളുടെ ബലിത്തറകളിൽ കുരുതി കൊടുക്കാനില്ല എന്ന് സ്ഥൈര്യത്തോടെ പ്രഖ്യാപിക്കുന്ന അമ്മമാരെ കണ്ടു. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ടും കോളേജുകളിലേക്ക് നമ്മുടെ യാത്രയെ, നമ്മുടെ ഈ കോഴ്സിനെ സ്വീകരിക്കാൻ ഇരമ്പിയാർത്തെത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളെ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടു. അവരുടെയൊക്കെ കണ്ണുകളിൽ തെളിയുന്ന ഒരുതരം അഗ്നി ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ആ അഗ്നി ഈ കാലത്തോടുള്ള നമ്മുടെ അടുത്ത തലമുറയെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ വരും തലമുറയെ ഇല്ലാതാക്കി കളയാൻ കച്ചകെട്ടി ഇറങ്ങിയ, ഇല്ലാതാക്കി അവരുടെ ചോരപ്പണം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഡ്രഗ് മാഫിയോടുള്ള, ആ ഡ്രഗ് കാർട്ടലിനോടുള്ള, ലോകത്തെവിടെയോ നിയന്ത്രിക്കുന്ന അവരോടുള്ള ദ്വേഷമാണ് എന്ന് തിരിച്ചറിയുന്നു. ചില ദ്വേഷങ്ങൾ നല്ലതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അവ. അപ്പം നമ്മുടെ ഈ 2 ജില്ലകൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ഈ കോഴിക്കോട് കടപ്പുറത്ത് സമാപിക്കും ഈ യാത്ര. ഈ യാത്ര സമാപിക്കുമ്പോൾ അവിടെ കോഴിക്കോട് കടൽ, അവിടെ അടുത്താഞ്ഞടിക്കുന്ന കടൽത്തിരകളും ഒക്കെ സമാന്തരമായി നമ്മളൊരു മനുഷ്യ മഹാസാഗരം അതിൻ്റെ തീരത്ത് തീർക്കുകയാണ്. ആ മനുഷ്യ മഹാസാഗരം ഈ ലോകത്തോട്, ഈ കേരളത്തോട്, ഈ രാജ്യത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ഒരൊറ്റ MDMA-കാരനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഊറ്റാൻ വരുന്ന, കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ വരുന്ന ഒരൊറ്റ ഭൂതങ്ങളും ഈ നാട്ടിൽ വേണ്ട, ഈ മണ്ണിൽ വേണ്ട നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആ പ്രഖ്യാപനം ഒരു ശാസനാരൂപത്തിലുള്ള ഉഗ്ര പ്രഖ്യാപനം തന്നെയാണ്. ആ പ്രഖ്യാപനം കൊണ്ട് ഇവിടെ MDMA ഇല്ലാതായി പോവും എന്നൊന്നും ഞങ്ങൾക്ക് അതിമോഹമില്ല. പക്ഷേ അവരുടെ സാമ്രാജ്യങ്ങൾ, അവരുടെ കോട്ടകൊത്തങ്ങളിൽ ഒരു വിറയൽ, ഒരു ഇളക്കം, ഈ നാട് ഞങ്ങൾക്കെതിരാണ്, ഇനി ഇവിടെ നിന്നാൽ പന്തുകേടാകും എന്ന ഒരു തോന്നൽ അവർക്കുണ്ടായാൽ ഈ യാത്ര ധന്യമായി. അപ്പോൾ നമ്മൾ ഈ വരുന്ന 20-ാം തീയതിയാണ് നമ്മുടെ ആ മഹാസമ്മേളനം. ആ മഹാസമ്മേളനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കോഴിക്കോട് കടപ്പുറത്തേക്ക് ക്ഷണിക്കുകയുമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. നമ്മളൊരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കും. അതിനുശേഷം നമുക്ക് SKNലേക്കും മറ്റുള്ളവരിലേക്കും പോകാം. അപ്പോൾ SKN എന്താ പറയാറ്? പറയുമല്ലോ, നമ്മൾ ചോര, നമ്മൾ ഈ പ്രതിജ്ഞ പറയേണ്ടത് ചോര കിനിയുന്ന ആത്മാർത്ഥതയിലായിരിക്കണം. കാരണം അത്ര അപകടത്തിലാണ് ഈ നാട്. അപ്പോൾ അത്രത്തോളം ആത്മാർത്ഥതയിൽ ഈ പ്രതിജ്ഞ ചൊല്ലണം, ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുകയുമാണ്. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. താങ്ക് യു. അപ്പോൾ നമ്മൾ എന്താണ് ഇനി 5 ദിവസം കൂടി ആകുമ്പോഴേക്കും നമ്മുടെ യാത്ര 1 മാസം പൂർത്തിയാവുകയാണ്. അപ്പോൾ SKN ഈ 1 മാസത്തെ വാർത്താനുഭവങ്ങൾ, യാത്രാനുഭവങ്ങളൊക്കെ നമുക്കൊക്കെ ഒരു പ്രത്യേക, ഞങ്ങൾ കണ്ട കേരളം എന്നൊരു പുസ്തകം എഴുതാൻ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത്രത്തോളം നേരറിവുകൾ, ഗ്രൗണ്ടിൽ കിട്ടുന്ന അറിവുകൾ അത്രത്തോളം പ്രധാനപ്പെട്ട അറിവുകളാണ്. ആ നേരറിവുകൾ ഒക്കെ ഉണ്ട്. SKNനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മർക്കസിൽ വരാൻ ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല. മർക്കസിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മാത്രമല്ല, കാന്തപുരം ഉസ്താദ് ഏറ്റവും കൂടുതൽ 24 കാണുന്നയാളും 24 കാണണം എന്ന് പറയുന്ന ആളുമാണ്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, അദ്ദേഹം ഒരുപക്ഷേ കോവിഡ് കാലത്തും കോവിഡ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് 24 കാണണമെന്ന്. എപ്പോഴും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഞങ്ങൾക്ക് ആദരവുള്ള ആത്മീയ ആചാര്യനാണ്. അദ്ദേഹത്തിനുള്ള ആദരവ് ഞാനിവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, എപ്പോഴും അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുത നിറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ സംപ്രേഷണം ചെയ്യാറുമുണ്ട്. ദീപക് തർമ്മണ അദ്ദേഹത്തെ വിടാതെ പിന്തുടരാറുമുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ മർക്കസിൽ വരാൻ
മർക്കസിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ രംഗത്ത് നടന്ന സമൂലമായ മാറ്റത്തെക്കുറിച്ചും ഒക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും മർക്കസ് നടന്ന നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് അങ്ങേയറ്റം, അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരോടും, ഈ വേദിയിലുള്ള പ്രമുഖരോടും ഒക്കെ ഞാൻ എൻ്റെ ആദരവും 24-ൻ്റെ സ്നേഹവും ഇവിടെ പങ്കുവയ്ക്കുകയാണ്. താങ്ക് യു. നമ്മളിവിടെ വരാനുണ്ടായ ഒരു സാഹചര്യം അത്ര സുഖകരമായ സാഹചര്യമല്ല. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഈ മയക്കുമരുന്ന് വ്യാപനം വളരെ തീവ്രമാണ്, വളരെ അപകടകരമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു നിമിഷമുണ്ട് 24-ൻ്റെ ഹെഡ് ഓഫീസിൽ. അതായത് ഓരോ ദിവസം ചെല്ലുന്തോറും പ്രഭാതത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ വായിക്കേണ്ടി വരിക. നിങ്ങൾക്കറിയുന്നത് പോലെ മിക്കവാറും നട്ടപ്പാതിരയ്ക്ക് നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും തൊടാതെ വായിക്കേണ്ടി വരുന്നത് എനിക്കാണ്. കാരണം ഞാനാണ് രാവിലെ 7 മണിക്ക് വന്ന് മോർണിംഗ് ഷോ ചെയ്യുന്നത്. അപ്പം ഞാൻ വരുന്ന മൂടെന്ന് പറഞ്ഞാൽ കുളിച്ച് അത്യാവശ്യം പൗഡറൊക്കെ ഇട്ട് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല സന്തോഷമായിട്ട് വന്ന് സമയം പറയുമ്പോൾ ഉമ്മമാർക്കും ഒക്കെ അടുക്കളയിൽ നല്ല ജോലി എടുക്കാൻ വേണ്ടി സെക്കൻഡ്സ് കൂടി പറയും. 7 മണി കഴിഞ്ഞ് 28 മിനിറ്റ് 42 സെക്കൻഡും. കാര്യം ഒരു സെക്കൻഡ് പോലും അവർക്ക് പാഴാകരുതെന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും മട്ടന്നൂർ ചന്തയ്ക്ക് സമീപം 4 പേരെ ഒരുത്തൻ കുത്തി കൊലപ്പെടുത്തി. നമ്മളതോടെ നമ്മുടെ മൂഡ് മൊത്തം പോവും. അങ്ങനെ ഈ കൊലപാതകങ്ങൾ ഇങ്ങനെ കൂടുന്നു. ഞാൻ വിചാരിച്ചു ഈ വാർത്താ ചാനലുകളൊക്കെ ഇതെല്ലാം മൂടി വയ്ക്കുന്നുകൊണ്ടായിരിക്കാം നേരത്തെ കൊലപാതകങ്ങളൊന്നും രംഗത്ത് വരാത്തത്. ഇപ്പോൾ ഈ മത്സരം വന്നപ്പോൾ ആർക്കും ആരെയും മൂടി വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം 14 കൊലപാതകങ്ങൾ വായിച്ച ദിവസം ഞാൻ ഷോക്കേറ്റ് പോയി. 2 മണിക്കൂറിനുള്ളിൽ 14 കൊലപാതകങ്ങൾ വായിച്ചു തീർക്കുക ഒരു വാർത്താ അവതാരകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ സാഹചര്യമാണത്. അപ്പോൾ ഞാൻ നമ്മുടെ സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ചു എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതൊന്നും അന്വേഷിക്കണമല്ലോ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ഈ മാധ്യമരംഗത്ത് വന്നിട്ട് 40 കൊല്ലമായി. ഞാൻ ആദ്യം നിങ്ങൾക്കറിയുന്ന ഒരു കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആകാശവാണിയിലേക്ക് പോയി. ഓൾ ഇന്ത്യ റേഡിയോയിൽ പല സ്റ്റേഷനുകളിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ട് ഞാൻ ഏഷ്യാനെറ്റിലേക്ക് പോയി. പിന്നെ കേരളത്തിലെ പല TV ചാനലുകളും ഞാൻ ജോലി ചെയ്തു. ഞാൻ ജോലി ചെയ്യാത്ത ചാനൽ ഏതാണെന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത്രയും കൂടുതൽ ചാനലിൻ്റെ പിന്നാമ്പറങ്ങളിലൂടെ ഉണ്ടായിരുന്നു. അവസാനം ഫ്ലവേഴ്സിലെത്തി, ലാസ്റ്റിൽ 24-ൽ വന്നു. മിക്കവാറും ഇവിടം കൊണ്ട് തീരും. അപ്പോൾ ഈ 24-ൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു അന്വേഷണം നടത്താൻ ഇറങ്ങിയ ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ ഈ മർക്കസിലെത്തിയിരിക്കുന്നത്. നമ്മുടെ യാത്ര ഈ 12 ജില്ലകൾ കടന്നപ്പോൾ ഇനി കണ്ണൂരും കാസർഗോഡും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ 12 ജില്ലകളിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് മനസ്സിലായ 2 കാര്യങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ള കേരളമല്ല യഥാർത്ഥ കേരളം. 1. 2, കേരളത്തിൽ ഒരു പഞ്ചായത്ത് പോലും, നിങ്ങൾ വിശ്വസിച്ചോളൂ, ഒരു പഞ്ചായത്ത് പോലും ഈ രാസലഹരിയിൽ നിന്ന് മുക്തമല്ല. അത്ര കൂടുതൽ രാസലഹരി കേരളത്തിലേക്ക് ഒഴുകിക്കഴിഞ്ഞു. നമ്മൾ താമസിച്ചു പോയി. നമ്മളറിയാതെ നമ്മുടെ കണ്ണ് വെട്ടി ചാരക്കയോ വനാന്തരങ്ങളിലൂടെയോ അല്ലെങ്കിൽ കൊറിയർ വഴിയോ ട്രെയിൻ വഴിയോ ഒക്കെ തന്നെ ആവശ്യമുള്ള അത്രയും രാസലഹരി കേരളത്തിലേക്ക് കടത്തി കഴിഞ്ഞു. ഞങ്ങൾ വയനാട്ടിൽ നിൽക്കുമ്പോൾ, കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സഹൃദയൻ നമ്മോട് പറയുന്നു, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാമെങ്കിൽ ഉഗ്രൻ സാധനം രാസലഹരി MDMA ഞങ്ങൾ എത്തിച്ചു തരാമെന്ന് പറയുന്നു. അപ്പോൾ അയാൾക്കൊന്നും ഒരു കുറ്റബോധവുമില്ല. മലയാളികളാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ കുറ്റബോധമില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കുരുന്നുകൾ കൊല ചെയ്യപ്പെടുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പണമുണ്ടാക്കണമെന്നുള്ള ഒറ്റ ആർത്തിയിൽ നമ്മുടെ നാടവർ നശിപ്പിക്കുകയാണ്. എത്ര സമ്പന്നമാണ്, എത്ര പാരമ്പര്യമുള്ള മണ്ണാണിത്. മതസഹിഷ്ണുതയ്ക്ക് ഇതിലും പേര് കേട്ട ഒരു നാട് എവിടെയെങ്കിലും ഉണ്ടോ? കേരളത്തിൽ ഇപ്പം ഞാനൊക്കെ വിദേശ നാടുകളിലൊക്കെ ജോലി ചെയ്യണം എന്ന് ചിലരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ബഹറിലൊക്കെ പോയപ്പോൾ അവിടെ എനിക്കൊരു ജോലി തരാമെന്ന് അവിടുത്തെ ഒരു മിനിസ്ട്രി പറഞ്ഞതാണ്. ഞാൻ പോയില്ല. കാരണം ഈ നാട് വിട്ടൊരു കളിയില്ല. കേരളത്തിൽ നമുക്ക് കിട്ടും, നമ്മൾ കൊണ്ടു മടക്കി കുത്തി ആരടാന്ന് ചോദിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് ഇത്രയും പച്ചപ്പുള്ള 365 ദിവസവും കൃഷി ഇറക്കാൻ പറ്റുന്ന 44 നദികൾ ഒഴുകുന്ന ഈ മണ്ണ്, ഈ പച്ചപ്പ് നിറഞ്ഞ മണ്ണ് വേണ്ട എവിടെയാണ് ഉള്ളത്? നമ്മുടെ നാട്ടിലെ പോലെ മനുഷ്യർ വാത്സല്യത്തോടെ പെരുമാറുന്ന, എപ്പോഴും സ്നേഹത്തിൻ്റെ ഒരു താമരനുള്ളിൽ സൂക്ഷിക്കുന്ന ആളുകൾ ലോകത്തെവിടെയാണ് ഉള്ളത്? ഇവിടെയുള്ളൂ. അപ്പോൾ ഈ നാടാണ് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമ്മമാർക്കും ഉമ്മമാർക്കും കണ്ണീരിൻ്റെ കാലമാണ്. കുട്ടികളെ വളർത്തിവിടുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും MDMA സ്വാധീനമുണ്ട് എന്ന് പറയുന്ന ഞെട്ടലുണ്ടാക്കുന്ന കാര്യം നിങ്ങളറിയാം. 9 വയസ്സുള്ള കുട്ടിക്ക് പോലും ഈ രാസലഹരിയെക്കുറിച്ച് അറിയാം. ഈ MDMA എന്ന് പറയുമ്പോൾ നമ്മളത്ര നിസ്സാരനാണെന്ന് വിചാരിക്കരുത്. അത് നിരന്തരമായി കഴിക്കുന്ന ആളുകൾ 7 കൊല്ലമേ ജീവിച്ചിരിക്കൂ എന്ന് മാത്രവുമല്ല, അയാൾ ഒട്ടം തെറ്റി, കവളക്കൊട്ടി, ആകൃതിയും പ്രകൃതിയും മാറി, മോന്തയൊക്കെ ഷേപ്പൊക്കെ മാറി, കണ്ണൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് തള്ളി, മനോരോഗിയെ പോലെയായിരിക്കും പെരുമാറ്റം.
സാധാരണ ഭ്രാന്ത് പിടിച്ച ഒരാളെ നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ കാണേണ്ടി വരും. അതിലും അപകടകരമായിട്ടാണ്. മാത്രമല്ല ഇത് നിരന്തരമായി ഉപയോഗിക്കുന്ന ആളുകൾ പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുകൂടി അറിയുക. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളെ സ്വാധീനിക്കാൻ ഒരുപാട് ആളുകൾ അന്തർദേശീയ തലത്തിൽ അവസരം പാർത്തിരിപ്പുണ്ട്. ഇതൊരു വലിയ മാഫിയ നെറ്റ്വർക്കാണ്. ഈ മാഫിയ നെറ്റ്വർക്കിൻ്റെ ഏജന്റന്മാരായി ദല്ലാളന്മാരായി മാറുന്നത് കൂടുതലും മലയാളികളാണ് എന്നത് പരമമായ സത്യമാണ്. നമുക്ക് വയനാട് തന്നെ കണ്ടപ്പോൾ അവിടെ ഈ ഇത്തരം മാരകമായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൂടുതൽ ആളുകൾ അവിടെ ഇല്ല. എന്നാൽ അതൊരു ഹബ്ബായി മാറിയിരിക്കുകയാണ്. അവിടെ വഴിയാണ് കേരളത്തിലേക്ക് ഈ സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടുവരുന്നത്. പല പ്രദേശങ്ങൾ വഴി തമിഴ്നാടിൻ്റെ ബോർഡർ, കർണാടകത്തിൻ്റെ ബോർഡർ, ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് ഈ നാട്ടിലേക്ക് ഇത് ഒഴുകുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിലെ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ രാസലഹരി, ബ്രൗൺ ഷുഗർ, കൊക്കൈൻ, MDMA ഈ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോഴുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രതികാര ദാഹമാണ്, കൊലപാതക പ്രേമമാണ്. കയ്യിൽ കൊലക്കത്തി കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം ഉമ്മയാണെന്ന് പോലും നോക്കാതെ അവരുടെ നെഞ്ചത്ത് കുത്തി ഇറക്കും അവർ. അതുകൊണ്ടാണ് ഈ വാർത്തകളൊക്കെ നിങ്ങൾ ശ്രമിക്കാൻ തുടങ്ങിയത്. സ്വന്തം ഉമ്മയെ കുത്തി കൊലപ്പെടുത്തി, സ്വന്തം ബാപ്പയെ കുത്തി കൊലപ്പെടുത്തി, സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തി, ഇങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നു. അതായത് ഈ MDMA കഴിച്ചു വശം കെട്ട ഒരുവന് കൺമുന്നിൽ നിൽക്കുന്നത് സഹോദരിയാണോ, പിതാവാണോ, ബാപ്പയാണോ, ഉമ്മയാണോ, അപ്പച്ചനാണോ എന്നൊരു ചിന്തയുമില്ല. ഈ അമ്മമാർക്ക് ഇപ്പോൾ ടെൻഷനാണ്. കാരണം അമ്മയെ ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഉമ്മയായിട്ട് കാണാൻ കഴിയാത്ത മക്കളുണ്ടാകുന്നു. നമ്മളെന്ത് പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളാണ് പെട്ടെന്ന് ചില സംഘങ്ങളിൽ പോയി പെട്ടിട്ട് ഇതിന് മാറുന്നത്. നിങ്ങളറിയേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോലീസിനിപ്പോൾ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. ഏത് ഉറവിടങ്ങളിലേക്കോ MDMA കഴിക്കുന്ന ഏതൊരാളിൻ്റെ വീടുകളിലേക്കോ കയറി ചെല്ലാൻ പോലീസിനും എക്സൈസിനും സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഈ മർക്കസിൻ്റെ തന്നെ റെപ്യൂട്ടേഷൻ അപകടത്തിലാക്കാൻ ഒരു കുട്ടി തീരുമാനിച്ചാൽ മതി. മർക്കസിൽ കയറി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തി എന്ന് വന്നാൽ ഈ മർക്കസിൻ്റെ അഭിമാനം എവിടെ നിൽക്കും? നിങ്ങൾ ആലോചിക്കണം. ഈ സ്ഥാപനത്തെ അതിൽ കൂടുതൽ നാണം കെടുത്താനുണ്ടോ? അപ്പോൾ മർക്കസ് എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ ഖ്യാതിയും വിശ്വാസ്യതയും അതിൻ്റെ വിദേശ നാടുകളിൽ അറിയപ്പെടുകയൊക്കെ ചെയ്യുന്ന ആ പ്രശസ്തിയും ഒക്കെ നിലനിർത്തേണ്ട ബാധ്യത പ്രിയപ്പെട്ട കുട്ടികൾക്കാണ്. നിങ്ങൾ പുറത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അപരിചിതരായ ആളുകൾ എന്തെങ്കിലും മിഠായി വെച്ച് നീട്ടിയാൽ നിങ്ങൾ ഒരിക്കലും വാങ്ങി കഴിക്കരുത്. കാരണം ഇതിലൊക്കെ ലഹരി മിക്സ് ചെയ്ത് തരും. അവരുടെ മോഡസ് ഓപ്പറാൻഡി, പ്രവർത്തന രീതി അങ്ങനെയാണ്. ഈ കൂളെന്നൊക്കെ പറഞ്ഞാൽ മിഠായികൾ നമ്മുടെ നാട്ടിലെ പല പഞ്ചായത്തുകളിലും നമ്മൾ കണ്ടു. ചോക്ലേറ്റിൽ ലഹരി കലർത്തി കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികൾ വാത്സല്യം കൂടുമ്പോൾ അവരത് വാങ്ങി കഴിച്ച് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ കുറച്ചുകൂടി തീവ്രത കൂടിയ സാധനം തരും. അങ്ങനെ കുറേശ്ശെയായി പതുക്കെ ഈ രാസലഹരി MDMA പോലുള്ള സാധനങ്ങളിലേക്ക് കുട്ടികൾ അടുക്കും. ഒരിക്കലും ഇതിന് അഡിക്റ്റായി കഴിഞ്ഞ് നമ്മളിവരെ അന്വേഷിച്ച് പോകും. അതാണ് സത്യം. നമുക്കിതില്ലാതെ കഴിയാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു കോളേജിൽ കൊല്ലം ജില്ലയിലെ ഒരു കോളേജിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്നോട് ചെവിയിൽ പറയുകയായിരുന്നു, താങ്കളുടെ നേരെ നിൽക്കുന്ന ആ 12 പെൺകുട്ടികളില്ലേ, അവർ ഈ MDMAക്ക് അഡിക്റ്റാണ്. നിങ്ങളറിയുക, കേരള സർവകലാശാലയിലെ ഏറ്റവും ഖ്യാതി നേടിയ ഒരു കോളേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്കെതിരെ നിൽക്കുന്ന ഒരു 18-19 വയസ്സുള്ള പെൺകുട്ടികളെല്ലാം MDMAക്ക് അഡിക്റ്റാണെന്ന് പറഞ്ഞു. അവർ ക്ലാസ്സിൽ 20 മിനിറ്റ് ഇരിക്കുമ്പം അവർക്ക് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ കൈകാലുകൾ വിറയ്ക്കുന്നത് പോലെ ഭീതിതമായ മുഖഭാവങ്ങളോടെ അവർ പെട്ടെന്ന് ക്ലാസ് മുറി പുറത്തേക്ക് പോകും. ഏതെങ്കിലും കാട് പിടിച്ച ഭാഗത്ത് പോയി സാധനം കഴിച്ചിട്ട് വീണ്ടും മടങ്ങി വരും. പിന്നെ 20 മിനിറ്റ് കഴിയുമ്പോൾ അവർ പുറത്തു പോകും. ആൺപിള്ളേരാണെങ്കിൽ ജനാല വഴി പുറത്തു പോകും. അപ്പോൾ ആ കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ അപകടത്തിലാകും എന്ന് ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നു, ഞാനിത് ആരോട് പറയും? ഒരു ലേഡി പ്രിൻസിപ്പലാണ്. അവർ പറയുന്നു, ഇങ്ങനെ നിസ്സഹായരായി പോകുന്ന അധ്യാപകരും നമുക്കിടയിലുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മാരകമായ രാസലഹരി നിങ്ങളുടെ ആരോഗ്യം കാർന്നു തിന്നും, നിങ്ങളെ കൊലപ്പെടുത്തും, വീട്ടുകാരുടെ പ്രതീക്ഷകളുടെ കടയർത്ത് വീഴ്ത്തും, അവരുടെ സ്വപ്നങ്ങൾ തകർന്ന് തരിപ്പണമാകും, നിങ്ങളുടെ തലച്ചോർ തല്ലിപ്പൊടിക്കും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എപ്പോഴും മനോരോഗം ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം കൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മുടെ ശരീരശാസ്ത്രത്തിൽ നമ്മുടെ ജീൻ ഫാക്ടറിലുള്ള ചില അംശങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് മനോരോഗം പിടിപെടുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല, നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന കുഴപ്പമാണ്. ഒരു രോഗം ഒരു കുറ്റമല്ല. ഒരാൾ രോഗിയാകുന്ന ആളിനോട് നമുക്ക് ആദരവ് കാണിച്ചേ പറ്റൂ, അനുതാപം കാണിച്ചേ പറ്റൂ. എന്നാൽ ഇത് രോഗമല്ല.
ഇത് നമ്മൾ സ്വയം രോഗിയാണെന്ന് വരുത്തുകയാണ്. നമ്മൾ ഈ സാധനം പാഷാണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് വാങ്ങിച്ച് കഴിക്കുകയാണ്. ഇത് വാങ്ങിച്ച് കേരളത്തിലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും സുന്ദരമായ ഒരു നാട്ടിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇത് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവുക, അവർ കൊലക്കത്തി കയ്യിലെടുക്കുക, സ്വൈര ജീവിതം അപകടത്തിലാക്കുക. നമ്മുടെ വീട്ടിൽ ഈ MDMA പോലുള്ള ലഹരി കഴിക്കുന്ന ആളില്ല എന്ന് കരുതി സമാധാനത്തോടെ നമുക്കിടന്ന് ഉറങ്ങാൻ പറ്റൂ? നമ്മൾ റോഡിലേക്കൊന്ന് ഇറങ്ങിയാൽ, തിയേറ്ററിലൊന്ന് പോയാൽ, വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ആ 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഇവിടെയെല്ലാം ചെറിയ കുട്ടികൾ കൊച്ചു പിച്ചാത്തിയുമായി നടക്കുകയാണ്. അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ സഞ്ചരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങളൊക്കെ ഇത് ഇപ്പോഴല്ലേ അറിയുന്നത്, ഞങ്ങൾ ശരിക്കും ശ്വാസം മുട്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്. കാര്യം ഇങ്ങനെയുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോലീസ് ഇൻസ്പെക്ടറെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു വിദ്യാർത്ഥി, എത്രയോ ഇടങ്ങളിൽ ഇങ്ങനെയുള്ള ഈ MDMA പിടിക്കാൻ പോകുന്ന എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നല്ല ഭയമുണ്ട്. കാരണം യുവമർ എന്തും ചെയ്തു കളയും. അപ്പോൾ അങ്ങനെ അക്രമകാരികളായ ഒരു സമൂഹത്തെ നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മുടെ കേരളീയ ജനസമൂഹത്തിന് പരിചയമില്ലാത്ത ഒരു ജനവിഭാഗം, അതും യുവത അവരിങ്ങനെ വളർന്നു വരികയാണ്. എന്ന് വെച്ചാൽ കേരളം മുഴുവൻ തകർന്നു പോയി എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ പോലീസ് സംവിധാനവും നമ്മുടെ എക്സൈസും ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പൊതുജനങ്ങൾ അവരെ പിന്തുണയ്ക്കണം. അതേപോലെ അധ്യാപകരെന്തെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ശാസിച്ചെന്ന് കരുതി പരാതിയുമായി ഒരു മാതാപിതാക്കളും ഇനി സ്കൂളിലേക്ക് പോകാൻ പാടില്ല. എവിടെ നമ്മൾ അധ്യാപകൻ്റെ ചൂരൽ താഴെ വയ്ക്കാൻ പറഞ്ഞോ അവിടുന്ന് തുടങ്ങി നമ്മുടെ അപജയം. എവിടെ അമ്മമാരും ഉമ്മമാരും ചൂല് താറ വെച്ചോ അവിടെ തുടങ്ങി നമ്മുടെ പരാജയം. അതുകൊണ്ടാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയപ്പം ഉമ്മമാരോടും അമ്മമാരോടും പറഞ്ഞത്, നിങ്ങൾ വീണ്ടും ചൂലെടുക്കണം. സമൂഹത്തിൽ പടരുന്ന ഈ മാലിന്യം അടിച്ചു വൃത്തിയാക്കാൻ നിങ്ങളുടെ ചൂലുകൾക്കേ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ അധ്യാപകൻ താഴെ വെച്ച ചൂരലുണ്ടല്ലോ, അത് കയ്യിലെടുക്കണം. കാര്യം ഒരുത്തൻ്റെ ഊര നോക്കി 2 കൊടുക്കാനുള്ള അധ്യാപകൻ്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ രക്ഷകർത്താക്കൾ എന്ന് ധൈര്യം കാണിച്ചോ അന്ന് അധ്യാപകൻ വഴുതി മാറി. ഏടാകുടങ്ങളിൽ ചെന്ന് തലവയ്ക്കാതെ അവരൊഴിഞ്ഞു നിൽക്കാൻ തുടങ്ങി. അടുത്ത കാലം ഹൈക്കോടതി സഹിയിട്ട് പറഞ്ഞു, അധ്യാപകരെ നിങ്ങൾ ചൂരൽ കയ്യിലെടുത്തോളൂ എന്ന് പറഞ്ഞു. നിങ്ങളെ അടിക്കാൻ വേണ്ടിയല്ല കോടതി പറഞ്ഞതെങ്കിൽ പോലും അതിൽ ഭംഗ്യന്തരേണ കോടതി പറയുന്നൊരു കാര്യമുണ്ട്. അധ്യാപകൻ്റെ ശാസനം വേണം കുട്ടിക്ക്. ചെറിയ പ്രായത്തിൽ തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമയത്ത് തീർച്ചയായും കുട്ടികൾക്ക് ചില അനുശാസനങ്ങളും അന്തിശാസനങ്ങളും വേണം. അമ്മമാർ കുട്ടികളെ സ്കൂളിൽ അയച്ചതിന് ശേഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും പള്ളിക്കൂടത്തിൽ പോകാറില്ല, അപ്പച്ചനും പോകാറില്ല, ബാപ്പയും പോകാറില്ല. എന്നാൽ ഈ കാലം മാറി. നിങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പിതാക്കന്മാരായാലും ആരായാലും ശരി, രക്ഷകർത്താക്കൾ സ്കൂൾ ബാഗ് തുറന്നു നോക്കണം. മണിക്കൂറോളം മൊബൈൽ ഫോണുമായി മുറിയടച്ചിരിക്കുന്ന ഒരു കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഇത് ആസുരകാലമാണ്, അപകടത്തിൻ്റെ കാലമാണ്. നിങ്ങൾക്കറിയാം, കൊച്ചിയിലെ കളമശ്ശേരിയിലെ ഒരു പോളിടെക്നിക്കൽ കോളേജിൽ എക്സൈസ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ 2 കിലോ കഞ്ചാവ് പിടിച്ചു. അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചപ്പോൾ എക്സൈസുകാർ ഞെട്ടിപ്പോയൊരു വസ്തു എന്താണെന്ന് അറിയാമോ? ആ ഹോസ്റ്റലിൽ പിടിക്കപ്പെട്ട സാധനങ്ങളെല്ലാം കുട്ടികൾ ഉപയോഗിക്കാൻ കൊണ്ടുവന്നതല്ല, വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന കുട്ടികൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അവർ വാട്സപ്പിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളുടെ പേരുകളും വിവരങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ട് അവരുടെ ചങ്ക് തകർന്നുപോയി. കുട്ടികൾ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഹോസ്റ്റൽ മുറിയിൽ താമസിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണ കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇത് എൻ്റെ കേരളമല്ല എന്ന് ഞാൻ അറിയുന്ന കേരളം ഇതല്ല. എനിക്ക് കേരളത്തെ തിരിച്ചു പിടിച്ചേ പറ്റൂ. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇതെൻ്റെ ഒരു അവതാര ലക്ഷ്യമായി ഞാൻ കാണുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ അണിചേരുന്നുണ്ട്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരമ്പിയാർക്കുന്ന ആവേശത്തോടെ എത്രയോ അമ്മമാർ വരുന്നു. ആറന്മുള ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് ഒരമ്മ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എൻ്റെ കാതുകളിൽ ഇപ്പോഴും വന്ന് അലയ്ക്കുന്നുണ്ട്. തലച്ചോറിൽ അഗ്നി വായിക്കുന്ന ഒരുപാട് പ്രതികരണങ്ങൾ പലരും നടത്തുന്നു. ഇതൊക്കെ നമ്മൾ വളരെ ആവേശത്തോടെ തന്നെയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്കൊന്നുകൂടി നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏണിപ്പടികൾ കയറിപ്പോകാൻ ഒരുപാട് അവസരമുള്ളപ്പോൾ നന്മയുടെ വഴികളിലൂടെ രാജവീതികളിൽ കിലോമീറ്ററുകളോളം കാതം താണ്ടാൻ നമുക്ക് ബാക്കി കിടക്കുമ്പോൾ വലതുഭാഗത്ത് തെളിയുന്ന ചെളിക്കുണ്ടിലേക്ക് നിങ്ങൾ വീഴരുത്. ഇത് രാസലഹരിയുടെ ചെളിക്കുണ്ടാണ്, അപകടം പിടിച്ചതാണ്. ആയുസറിയാതെ നിങ്ങളെ കൊലപ്പെടുത്തും. ഇത് നിങ്ങൾക്ക് ആരോഗ്യം നഷ്ടപ്പെടും. നിങ്ങൾ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ടുണ്ടെങ്കിൽ, ഇവിടെയും ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ട് ഇത്തരം രോഗികൾ കാണിക്കുന്ന വിക്രിയകൾ, അവരുടെ സ്വഭാവ രീതികൾ, അവരുടെ കൊലപാതക പ്രണയം, ഇതെല്ലാം നിങ്ങൾ നേരിട്ട് കാണുക. എന്തിനാണ് ഈ നല്ല ജീവിതം തട്ടിത്തെറിപ്പിച്ച് നിങ്ങൾ അപകടകരമായ ഒരു കാര്യത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്നത്? ആ ചോദ്യം ഇന്ന് നിങ്ങളുടെ മനസ്സിൽ പിന്നെയും വരണം, പിന്നെയും ചോദിക്കണം. മനസ്സും തലച്ചോറും തമ്മിലുള്ള വൈദ്യുത ബന്ധം തകർത്തെറിയുന്ന രാസലഹരിയിലേക്ക് നിങ്ങൾ ഒരിക്കലും മുഖമിടിച്ച് വീഴരുത് എന്നെനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ ഈ പറയുന്നത് യുവാക്കളോടാണ്. നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്.
ഈ നട്ടലിൻ്റെ കരുത്ത് ചോർത്താൻ പാടില്ല. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു പോകും, ഏതെങ്കിലും വിദേശ രാജ്യത്തിരുന്ന് ഏതോ ഒരു നരാധമൻ നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് ചുരത്തി കളയാൻ വേണ്ടിയാണോ ഈ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി ഇത്തരം രാസലഹരികളുടെ പ്രവാഹം ഇങ്ങോട്ട് ഒഴുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നെറികെട്ടവന്മാർ കേരളത്തിലുമുണ്ട്. ഈ ആളുകൾ അടുത്ത സംസ്ഥാനത്ത് പോയിട്ടാണ് ഇവർ ഒരുപാട് സാധനം ഇങ്ങനെ ഈ കൊണ്ടുവന്ന് 30,000 രൂപ കയ്യിൽ നിന്ന് നിക്ഷേപിക്കാനുണ്ടെങ്കിൽ 30 ലക്ഷം രൂപ കച്ചവടം നടത്താൻ കഴിയുന്നൊരു സാധനമാണ് ഈ രാസലഹരി. നമുക്കറിയാം, ഏറ്റവും അപകടകരം എന്ന് വെച്ചാൽ നമ്മുടെ പെൺകുട്ടികൾ പോലും ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. 600 കേസ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പോലീസ് എടുത്തപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരുന്നു. അതിൽ 17% പെൺകുട്ടികളാണ്. നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റുമോ? MDMA ഒക്കെ കഴിച്ച് ലെക്ക് കെട്ടി നടക്കുന്ന കുട്ടി. ഇപ്പോൾ അതിനൊരു പേരുമുണ്ട്, ഹർഷോന്മാദം എന്ന് ഒരു പേരിട്ട് വിളിച്ചിരിക്കുക. എക്സ്റ്റസി എന്നാണ് പറയുന്നത്. ആൾക്കാർക്ക് ലഹരി മൂത്ത് വേറൊരു ലോകത്തേക്ക്, സന്തോഷത്തിൻ്റെ വേറൊരു ലോകത്തേക്ക് കടക്കാൻ. സന്തോഷമില്ല, അകാലത്തിലെ മരണം സംഭവിക്കും, അകാലത്തിലെ വിനാശങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നല്ലാതെ മറ്റൊരു ഗുണവും ഈ സാധനത്തിലില്ല. മാത്രമല്ല, ബുദ്ധിയുള്ള ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നൊരു കല്ല് വെച്ച നുണയുണ്ട്. കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ചില സംഭവങ്ങൾ നേരെയാവും, ബുദ്ധി കൂടുമെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ തലച്ചോറ് ഷാർപ്പാകും. ചില ഡോക്ടേഴ്സ് പറയുന്ന കഞ്ചാവ് അടിച്ചിട്ട് ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൃത്യത കിട്ടും. അതായത് കിഡ്നിക്ക് ഓപ്പറേറ്റ് ചെയ്താൽ കിഡ്നിക്ക് എൻ്റെ ഓപ്പറേറ്റ് ആകും, അല്ലെങ്കിൽ കാലിനാകത്തില്ല എന്ന് പറയുന്നു. ശുദ്ധ മടയത്തരമാണ്. ലോകത്തൊരു സ്ഥലത്തും കഞ്ചാവ് വലിക്കുന്നത് കൊണ്ട് ഒരാളിൻ്റെ തലച്ചോറിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അത് അശാസ്ത്രീയമായൊരു സമീപനമാണ്. ശാസ്ത്രത്തിൻ്റെ പിൻബലമില്ല. ശാസ്ത്രബോധമുള്ള ഒരാളും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നാൽ സിനിമയിലെ ചില നടന്മാർ അവരുടെ അഭിനയശേഷി മുഴുവൻ പുറത്തെടുക്കാൻ, നമ്മളറിയുന്നില്ല, നടന്മാരൊക്കെ അത്യാവശ്യത്തിൽ കൂടുതൽ കഞ്ചാവ് വലിക്കുന്നവരാണ്. നിങ്ങൾ അറിയുക, ഇവർ പറയുന്നത് ഇവർ അഭിനയിക്കുമ്പോൾ അവരുടെ മുഴുവൻ സാധ്യതകളും അവരുടെ പ്രതിഭയുടെ മുഴുവൻ സ്ഫുരണങ്ങളും പുറത്തേക്ക് വരണമെങ്കിൽ ഈ കഞ്ചാവ് വലിച്ച് മൂക്കിലൂടെ കയറ്റണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ മൂക്കിലൂടെ കയറ്റുന്നവൻ ഒരുപാട് രോഗം പിടിപെടുമെന്നല്ലാതെ അതിൽ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ചിലപ്പോൾ ഈ കഞ്ചാവ് വിതരണം ചെയ്യുന്ന ഏജൻസികളും മാഫിയ സംഘങ്ങളുമായിരിക്കും ഇത്തരം കുപ്രചരണങ്ങൾ ചെറുപ്പക്കാരിലേക്ക് അഴിച്ചുവിടുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളെല്ലാം ഞാനൊരു സ്ഥലത്തേക്ക് ക്ഷണിക്കുക. അതായത് ഈ മാസം 20-ാം തീയതി 14 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ഒരു മഹാസമ്മേളനം നടത്തുന്നു. 1 ലക്ഷത്തിലധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. എന്തിന് 1 ലക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പൊന്നാപുരം കോട്ടകളിലിരുന്ന് കേരളത്തിലേക്ക് രാസലഹരി ഇങ്ങോട്ട് ഒഴുക്കിവിടുന്ന ആളുകളില്ലേ, അവരെയൊക്കെ നമ്മൾ നടുക്കണം. കേരളീയ ജനസമൂഹം കോവിഡിനെ എങ്ങനെ നേരിട്ടോ, അതല്ലെങ്കിൽ പ്രളയത്തെ നമ്മൾ എങ്ങനെ നേരിട്ടോ, അതേപോലെ ഈ കേരളീയ സമൂഹം നേരിടുന്ന ഏറ്റവും അപകടകരമായ ജീവിത സാഹചര്യത്തെ നേരിടാൻ ഐക്യദാർഢ്യത്തോടെ നമ്മൾ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയും, അവസാനത്തെ MDMA വിൽക്കുന്ന നരാധമനും ഈ നല്ല നാട് വിട്ടുപോകണം. കേരളത്തിൽ ഒരു ലഹരി വിൽപ്പനക്കാരനും വേരുറപ്പിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് അറബിക്കടൽ അടിക്കുന്ന ആവേശത്തിൽ, ജനാരവം ഇരുമ്പുന്ന വേളയിൽ നമ്മൾ വിളിച്ചു പറയും. ലക്ഷക്കണക്കിന് ആളുകളെ, 10,000-കണക്കിന് ജനങ്ങളുടെ തൊണ്ട പൊട്ടുന്ന ഉച്ചത്തിൽ വരുന്ന ഒരൊറ്റ ശബ്ദത്തിൽ ഈ പൊന്നാപുരം കോട്ടകളിൽ ഇരുന്ന് നിയന്ത്രിക്കുന്ന ആളുകളെ നമ്മൾ നടുക്കും, ഞെട്ടിക്കും. നിങ്ങളെല്ലാവരെയും ഞായറാഴ്ച 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയ കക്ഷി ഭേദമില്ല. ഇതിലൊന്നു മാത്രമേ ഉള്ളൂ, കേരളമെന്ന നമ്മുടെ ഈ കൊച്ചു മണ്ണിനെ, നമ്മുടെ നല്ല നാടിനെ സംരക്ഷിച്ച് നിർത്താനുള്ള നമ്മുടെ ഏറ്റവും വലിയ ആവേശം. കാരണം ഇനി നമുക്ക് താമസിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ അപകടത്തിൽപ്പെട്ടിരിക്കുക. കാരണം എന്താ അറിയാമോ, ഒരു ദിവസം ഏതാണ്ട് 600-ലധികം ആളുകൾ ഇപ്പോൾ രാസലഹരിക്ക് അടിപ്പെടുന്നു എന്നാണ് കണക്ക്. ഇനി നമ്മൾ കാത്തിരുന്നാൽ ഓരോ മണിക്കൂറും ഓരോ പുതിയ കുട്ടി ഇതിൽ അടിപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് സമയമില്ല, ചെലവഴിക്കാൻ സമയമില്ല. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് താമസിച്ചു പോയി. ഇനി നമുക്ക് താമസിക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് 20-ാം തീയതി നമ്മൾ അന്ത്യശ്വാസനം നൽകും. ഇത്തരം ലഹരികളുമായി കേരളത്തിലേക്ക് കടക്കുന്ന ആളുകൾ സ്ഥലം വിട്ടോളൂ. ഒരു നരാധമനും ഇവിടെ വേര് പിടിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് നമ്മൾ ഒരു വലിയ ശക്തിയാണ് നമ്മുടെ ജനസമൂഹം എന്ന് പറഞ്ഞാൽ. കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെ പേരിൽ പൊതുപ്രശ്നങ്ങളുണ്ടായാൽ വിഘടിച്ച് നിൽക്കില്ല, ഒറ്റ ശബ്ദത്തിൽ പറയുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി 10,000-ങ്ങൾ ഈ അറബിക്കടലിനെ സാക്ഷിയാക്കി കോഴിക്കോട് കടപ്പുറത്ത് സമ്മേളിക്കും. നിങ്ങൾ വരിക, നിങ്ങളിതിൽ അണിചേരുക. സമൂഹത്തോടുള്ള നിങ്ങളുടെ കടമയും ബാധ്യതയും അങ്ങനെ നിറവേറ്റുക. നമുക്കൊരുപാട് തിരക്കുകളുണ്ടാകും. ഞായറാഴ്ച വേണ്ടി നമുക്ക് കിടന്നുറങ്ങാം, പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ നമുക്കിനി സമയം കിട്ടില്ല, നമുക്ക് നേരം പോകും. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് ചെലവാക്കുക. ആ സമയം ചെലവാക്കുന്നതിലൂടെ വലിയൊരു സാമൂഹിക കർമ്മത്തിന് നിങ്ങൾ സാക്ഷിയാകും, അതിൽ നിങ്ങൾ പങ്കാളിയാകും. താങ്ക് യു, ഗുഡ് ബൈ. സാർ സ്കാൻ സാർ.
നസ്കനോട് ഒരു ചോദ്യം. ആദ്യമായിട്ട് എസ്കെൻ സാറിന് 100% സപ്പോർട്ട് നൽകുകയാണ്. താങ്ക് യു. നിങ്ങൾ ഈ യാത്ര നടത്തുമ്പോഴൊക്കെ നമ്മൾ ഈ യാത്രയെക്കുറിച്ച് കാണാറുണ്ട്, വായിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അതിന് ശേഷം പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്യനയത്തെ വളരെ ലഘൂകരിച്ച് കാണിക്കുന്നു. സത്യത്തിൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു വിദേശി വന്നുകൊണ്ട് കള്ളു കുടിച്ച് ഏതെങ്കിലും ലോഡ്ജിൽ കിടക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോട്ടിൽ കിടക്കുകയോ വേണ്ടിയിട്ടല്ല അവർ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ സമ്പന്നമായിട്ടുള്ള വിഭവങ്ങളുണ്ട്, ഒരുപാട് സൗന്ദര്യം നിറഞ്ഞ പ്രദേശങ്ങളുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ അവർക്ക് കാണാനുണ്ട്, വ്യത്യസ്തമായ സംസ്കാരങ്ങളുണ്ട്. ഇത് കേരളത്തെ വായിച്ചവർക്ക് പഠിച്ചവർക്കെല്ലാം അറിയാം. അത് കണ്ടറിയാനും അത് ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് വിദേശികൾ കേരളത്തിലേക്ക് വരുന്നത്. ആ വിദേശികളെ കള്ളുകുടിച്ചുകൊണ്ട് കിടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ചിലർ അങ്ങനെയുള്ള ഒരു പദ്ധതി ഇവിടെ ഇടുമ്പോൾ 40 വർഷക്കാലം അങ്ങ് ഈ ന്യൂസ് വായിച്ചുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ഈ 40 വർഷക്കാലത്തിൻ്റെ ഇടയിൽ, ഈ മാധ്യമധർമ്മം നിർവഹിക്കുന്നതിനിടയിൽ ഈ ടൂറിസം വകുപ്പിന് നമുക്ക് മദ്യമല്ലാത്ത അതിനേക്കാളും ഉന്നതമായിട്ടുള്ള ഉചിതമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിച്ചുകൂടെ? ഈ യാത്രയുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾ അതിൻ്റെ ഒരു മറുപടി നൽകിയാൽ വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും. നമുക്ക് 40 കൊല്ലത്തിനിടയിൽ ഞാൻ എന്താ പേര്? സൽമാനുൽ ഫാരിസ്, പരപ്പനങ്ങാടി, മുനീർ, ചുഴലി എന്ന പ്രദേശത്താണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിലെ ഉള്ളൊരു പ്രശ്നം, ഒരു കാര്യം നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം, ഞാൻ ഇതുവരെ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഒരിക്കൽ പോലും കള്ളു കുടിക്കുകയോ അല്ലെങ്കിൽ ചാരായം കഴിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ധാർമ്മികമായി ഇതിന് മറുപടി പറയാൻ പൂർണ്ണ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മദ്യപിക്കാത്ത, നിങ്ങളറിയേണ്ട ഒരു കാര്യം, നമ്മൾ ശരിക്കും ഈ രാസലഹരിയും നമ്മുടെ സാധാരണ കള്ളും ചാരയും തമ്മിൽ വലിയ ബന്ധമില്ലെന്ന് വേണമെങ്കിൽ പറയാം. കള്ളു കുടിക്കുന്നവർക്കുണ്ടാകുന്ന പ്രശ്നമല്ല ഈ രാസലഹരി നമ്മുടെ ഇമ്മീഡിയറ്റ് ദൗത്യമാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ മറ്റുള്ള ലഹരികൾ ഉപയോഗിക്കണമെന്നല്ല. ഒരു കാരണവശാലും ലഹരി ഉപയോഗത്തിന് ഞാൻ അനുകൂലമല്ല. ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ സർക്കാരിന് വലിയൊരു വരുമാനമാണ് ലഹരി, ഈ കള്ളും ഇതൊക്കെ നമുക്കറിയാം. ഒരു മദ്യനിരോധനം പൂർണ്ണമായി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ചില പരാജയങ്ങളിലൂടെ വരികയും ചെയ്തു. അപ്പോൾ അതേസമയം സർക്കാർ വേറെ വരുമാന മാർഗങ്ങൾ കണ്ടുപിടിച്ച് കുറേശ്ശെയായി ഇതിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരണം എന്ന അതേ അഭിപ്രായക്കാരനാണ് ഞാൻ. ഏഷ്യാനെറ്റിലൊക്കെ നമ്മൾ തമ്മിൽ കണ്ടുള്ളവർക്കൊക്കെ അറിയാം, ഈ ചാരായ നിരോധനത്തെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് വിശദമായ സംവാദങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും. ആദ്യം നമുക്ക് നമ്മളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു. ആദ്യത്തെ ഡേഞ്ചർ അതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡേഞ്ചറിലേക്ക് കടക്കും. ഓക്കെ, താങ്ക് യു. സാർ, ജീവിതത്തിലെ വലിയൊരു മുഹൂർത്തത്തിൽ വിഷയങ്ങൾ അനവധി ലഭ്യമായിട്ടും ഇതുപോലെയുള്ളൊരു സമൂഹ വിപത്തിനെതിരെ നീങ്ങിയതിലും നാളെയുടെ വാഗ്ദാനങ്ങളായ ഇതുപോലെയുള്ള വലിയൊരു വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് ഇതിൻ്റെ സന്ദേശമായി എത്തിയതിലും അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ ചോദ്യം, സിനിമ അടക്കമുള്ള ഒരുപാട് വിനോദ പരിപാടികൾ നമ്മുടെ സാമൂഹിക പെരുമാറ്റങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടല്ലോ. അതിൽ ഈയിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയിൽ നിന്ന് ഒരുപാട് ഫാസിസ്റ്റ് വിരുദ്ധമായ ആശയങ്ങളും സീനുകളും നീക്കം ചെയ്യുമ്പോഴും അതുപോലെയുള്ള ഒരുപാട് സിനിമകളിൽ, അതേപോലെയുള്ള മറ്റു കലാപരിപാടികളിൽ, വിനോദ പരിപാടികളിൽ ഇന്നും ലഹരി ഉപയോഗവും അതിനുള്ള പ്രോത്സാഹനമായിട്ടുള്ള മറ്റു സീനുകളും ഇപ്പോഴും ബാക്കിയാണ്. അതേപോലെയുള്ള സെൻസറിങ്ങുകൾ, മറ്റു പരിപാടികൾ എന്തുകൊണ്ട് ഇതുപോലെയുള്ള സിനിമകളിൽ നടക്കുന്നില്ല? താങ്കളുടെ ഇത്രയും വർഷത്തെ 40 വർഷത്തെ മാധ്യമ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് എങ്ങനെ ഈ ഒരു അഭിപ്രായത്തെ കാണുന്നു? ശരിക്കും സിനിമയും ടെലിവിഷനും എല്ലാം രണ്ടുകൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന പൊതുമാധ്യമങ്ങളാണ്. ഇപ്പോൾ ഈ പബ്ലിക് മാധ്യമങ്ങൾ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാകാം. കാര്യം സൊസൈറ്റി ഇതൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഫിലിം സെൻസർ ചെയ്യുന്ന ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ഒരു സമിതിയാണ്. ചിത്രങ്ങൾ കണ്ട് ഇത് മാത്രമല്ല, കുടുംബത്തിന് സ്വസ്ഥമായി പോയി കാണാൻ കഴിയാത്ത ചിത്രങ്ങൾ അതിലേത് രംഗങ്ങൾ വെട്ടിക്കളയണം, ഏത് രംഗങ്ങൾ കുഴപ്പം പിടിച്ചാണെന്ന് അന്തിമമായി തീരുമാനിക്കുന്ന സമിതി ക്ലിയർ ചെയ്തിറക്കിയ ചിത്രമാണ് പിന്നീട് വീണ്ടും റീസെൻസർ ചെയ്യാൻ പോയത്. അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, സെൻസറിങ് എന്ന് പറയുന്ന ആരുടെയും താല്പര്യത്തിൽ ചെയ്യേണ്ടതല്ല, അത് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് സംസാരിക്കുകയാണ്.
ഉസ്താദ് സംസാരിക്കുന്നതിന് മുമ്പ് 2 വാക്ക്. മർക്കസും 24-ഉം തമ്മിൽ വളരെ അടുത്ത ബന്ധമാണെന്ന് ഇതിനു മുമ്പ് സംസാരിച്ച എല്ലാവരും പറഞ്ഞു. ഉസ്താദ് എല്ലാ നല്ല കാര്യങ്ങളുടെയും ഒപ്പം നിൽക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് SKN ഒരുപക്ഷെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എന്തിനാണ് 65-ാം വയസ്സിൽ നേരത്തെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു കോളേജ് ലെക്ചറായിരുന്ന ഇപ്പോൾ ചാനലിൻ്റെ മേധാവിയായ ഒരാൾ ഈ വെയിലത്ത് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ്. ആ SKN പോലെ തന്നെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയോടുകൂടി എത്രയോ കാലം മുൻപ് തന്നെ ലഹരിയെ വിലക്കി ലഹരിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ പെരുന്നാളിനും ഉസ്താദിൻ്റെ സന്ദേശത്തിൽ ഉസ്താദ് പറഞ്ഞിരുന്നത് ലഹരിക്കെതിരെയായിരുന്നു. ആ കാന്തപുരം ഉസ്താദ് സംസാരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഞാൻ ഒരു സുദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. ഒന്ന്, മദീനയിൽ കച്ചവടം ചെയ്തിരുന്ന സഹാബികളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ എല്ലാ തോട്ടങ്ങളും വിറ്റ് പണമാക്കി കച്ചവട സ്ഥലം വിപുലീകരിക്കുകയും അവിടെ കള്ള് ധാരാളമായി വിൽക്കപ്പെടാൻ സൗകര്യപ്പെടുത്തുകയും ചെയ്ത സമയത്താണ് കള്ളുകുടി നിഷിദ്ധമാണ് എന്ന് വിളിച്ചു പറയാൻ അലി ഇബ്നു അബീ താലിബിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത്. അങ്ങനെ മദീന അങ്ങാടിയിൽ ചെന്ന് മദ്യം ഉപയോഗിക്കുന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം കേട്ട ഉടനെ ആദ്യമായി ഈ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലുള്ള എല്ലാ കള്ളുകളും എടുത്ത് റോഡിൻ്റെ ഓവുചാലിൽ ഒഴിക്കുകയും പാത്രങ്ങൾ വരെ ഉടച്ചു കളയുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. നബിയെ, ഞാൻ വലിയ കള്ള് കച്ചവടക്കാരനായിരുന്നു, കള്ള് നിഷിദ്ധമാക്കിയിരിക്കുന്നു, അതിൻ്റെ പേരിൽ എനിക്ക് വമ്പിച്ച കടം ഉണ്ട്, എൻ്റെ കടം വിടാൻ ബൈത്തുൽ മാലിൽ എൻ്റെ ഒരു പേര് കൂടി അവിടുന്ന് ചേർത്തിയാൽ നന്നായിരുന്നു എന്ന് ആവശ്യപ്പെട്ട അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഓർക്കുമ്പോൾ നിഷിദ്ധമാണ് എന്ന് എപ്പോൾ വിവരം കിട്ടുന്നുവോ ആ സമയത്ത് അതിനെ പൂർണ്ണമായി നിഷിദ്ധമാക്കിയവരായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യ കാലത്തുള്ള സഹാബികൾ. ഇന്ന് കാലം മാറിപ്പോയി എന്ന് മാത്രമല്ല, ഒരിക്കൽ കള്ളു കുടിക്കുന്നതിൽ നിങ്ങൾക്ക് ഫലങ്ങൾ പല ഗുണങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ സൂചിപ്പിച്ച ഖുർആൻ ആ ഗുണത്തേക്കാൾ അതിൻ്റെ ദോഷമാണ് അധികമുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കള്ളുകുടി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ലാ തശ്റബുൽ ഖംറ ഫഇന്നഹു റഅ്സു കുല്ലി ഫാഹിഷ, മദ്യം ഉപയോഗിക്കുന്നത് എല്ലാ
നീതിനികൃഷ്ടമായ സംഭവങ്ങളുടെയും ഉത്ഭവമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഇസ്ലാമിൻ്റെ അനുയായികൾ പോലും ഇന്ന് ചില ആളുകൾ മദ്യപാനത്തിലേക്ക് ചെന്ന് എത്തിപ്പോകുന്നത് അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെൻറ്റും അതുപോലെ ഇന്നിവിടെ എത്തിയ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീകണ്ഠൻ നായരുമായിട്ട് എനിക്ക് നേരിട്ട് പരിചയം വളരെ കുറവാണെങ്കിലും നമുക്ക് ധാരാളം പരിചയം അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനും ഈ 24 പരിചയപ്പെടുത്താനും ഇവിടെ വരുന്ന നമ്മുടെ ദീപക് എന്ന സുഹൃത്ത് അതെല്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അദ്ദേഹം വല്ലാതെ പരിചയപ്പെടുത്തി തന്ന ഒരാളാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അതിനാൽ ഭാവിയിൽ എന്തെല്ലാം ഇതിന് ആവശ്യമുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കുകയും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ ഈ മാനസികമായ ബന്ധവും അതുപോലെ മദ്യത്തോട് മാനസികമായ നമ്മുടെ ശക്തമായ എതിർപ്പും ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വന്ന ഉടനെ തന്നെ ഇവിടേക്ക് കയറി വന്നിട്ടുള്ളത്. ഏതായാലും നല്ല കാര്യം പറയാനും അത് നടപ്പിൽ വരുത്താനും നമുക്ക് തൗഫീഖുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മളെല്ലാവരെയും സാക്ഷിയാക്കി അങ്ങേ ഔദ്യോഗികമായിട്ട് ഞാനിന്ന് ക്ഷണിക്കുക. ഈ 20-ാം തീയതി നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് ഇതിൻ്റെ മഹാസമ്മേളനം. അപ്പോൾ അങ്ങേപ്പോലൊരു മഹാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങേ ഞങ്ങൾ ഔദ്യോഗികമായി ക്ഷണിക്കുന്നു. കാരണം അങ്ങേ നേരിട്ടൊക്കെ എനിക്ക് ഒരുപാട് ബന്ധപ്പെടാൻ അവസരമില്ലെങ്കിലും അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. കാര്യം അങ്ങാണ് ആദ്യമായിട്ട് 24 കാണണമെന്ന് പറഞ്ഞ ഏറ്റവും വലിയ മതാചാര്യൻ. ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങയുടെ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ഇവരൊക്കെ അതിശക്തമായി പറയേണ്ട കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അത് ആ കാര്യത്തിൽ കൂടി അങ്ങയുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഉസ്താദെ. ഉസ്താദ് ഞങ്ങൾക്കൊരു രക്ഷാകർത്താവിനെ പോലെയാണ്. പലപ്പോഴും നമ്മുടെ ചാനൽ കണ്ട് കൃത്യമായി അഭിപ്രായങ്ങൾ അതെങ്ങനെയാണ് ശ്രീകണ്ഠൻ നായരുടെ യാത്ര എവിടെ എത്തി എന്നൊക്കെ ചോദിക്കുന്ന ഞങ്ങളോട് സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു മാർഗദർശിയാണ് ഉസ്താദ്. നമ്മൾ ഈ സദസ്സിൽ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് ലഹരിക്കെതിരായ പോരാട്ടം വളരെ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കി വിജയിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കിരൺ. അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്, SK നാട്ടുകാരനാണ്. കൊല്ലം സ്വദേശിയായ കിരൺ കുന്നമംഗലത്തെ പോലീസ് ഇൻസ്പെക്ടറായി ടാൻസാനിയയിലെ ഈ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാനിയെ പഞ്ചാബിൽ പോയി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പ് ചുണക്കുട്ടികളായ ആ പോലീസ് ഉദ്യോഗസ്ഥരൊന്ന് വേദിയിലേക്ക്, അദ്ദേഹം മാത്രമല്ല കിരണിനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളെ കൂടി വേദിയിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ആ വേദിയിലേക്ക് വിളിച്ച് SKനും എന്താണ് മർക്കസ് ഡയറക്ടർ ജനറൽ ശ്രീ C. മുഹമ്മദ് ഫൈസിയും ചേർന്ന് അവരെ ഒന്ന് ആദരിക്കുകയാണ്. ആദരിച്ച ശേഷം 2 വാക്ക്.
എസ് കെ, എന്തായാലും നമ്മൾ പറയാറുണ്ടല്ലോ ഉറവിടത്തിൽ പോയി വേട്ടയാടണമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഉറവിടത്തിൽ പോയി വേട്ടയാടിയ അപൂർവം ചില കേസുകളിലെ ഒരു ചുണക്കുട്ടികളാണ്. അപ്പോൾ അവരെ ഒന്ന് ക്ഷണിക്കാം പ്ലീസ്. അപ്പോൾ എസ് കെനും മർക്കസും ചേർന്ന് അവരെ ആദരിക്കുകയാണ്. 24 മർക്കസും ചേർന്ന് ആദരിക്കുകയാണ്. മർക്കസ് ഡയറക്ടർ ശ്രീ സി മുഹമ്മദ് ഫൈസി. അപ്പോൾ എല്ലാവരും ഒരു കൈയ്യോട് കൊടുക്കണം. കാരണം നമ്മൾ ഈ പറയുന്ന ഉറവിടത്തിൽ പോയി വേട്ടയാടുക എന്നത് അപൂർവമായി സംഭവിക്കുന്നതാണ്. അതിലൊരു കേസായിരുന്നു അത്. 2 വാക്ക് സംസാരിക്കാൻ ശ്രീ കിരൺ എസിനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും ആദരണീയനായ ശ്രീ ഉസ്താദ്, പ്രിയപ്പെട്ട 24-ൻ്റെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു വേദിയുടെ ഭാഗം. സന്തോഷമായത് വേറൊന്നിനുമല്ല, നമ്മുടെ ഈ നാട് ഒരുമിച്ച് നിന്ന് ഈ ലഹരിക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം വളരെയധികം നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഈ ഒരു വിഷയം തുടങ്ങുന്നതിന് മുമ്പുണ്ടാകുന്നതും അതിനുശേഷവും ഉള്ള ഒരു കാലഘട്ടം ഒന്നായിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ പലവിധ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പലപ്പോഴും ഈ നിരോധിത ലഹരി വസ്തുക്കൾ പിടിക്കുമ്പോൾ ഒരു സാക്ഷിയായിട്ട് നിൽക്കാൻ പോലും ആൾക്കാരെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ലഹരി വസ്തു പിടിച്ചപ്പോൾ സ്വമേധയാ ആൾക്കാർ മുന്നോട്ട് ഞാൻ ഒപ്പിടാം സാർ എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ നമ്മുടെ സമൂഹം മാറ്റിയത് വളരെയധികം ഒരു നിർണായകമായ ഒരു മാറ്റമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. സ്വമേധയാ മുന്നോട്ട് വന്ന് ഞാൻ ഒപ്പിട്ടാം, ഇതിലൊരു സാക്ഷിയായിട്ട് ഞാൻ നിന്നോളാം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം വന്നു കഴിഞ്ഞു. അത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു മാറ്റം തന്നെയാണ്. മുമ്പ് ഒരു പോലീസുകാരൻ റോഡിൽ നിന്ന് ചെക്ക് ചെയ്യുന്ന കാണിച്ചു കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് വളരെ രസകരമാണ്. ഹെൽമറ്റ് വേട്ട, പിടിച്ചു പറിക്കാൻ ഇറങ്ങിയിരിക്കുന്നു തുടങ്ങിയ രീതിയിലുള്ള പല കമൻറ്റും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമുക്ക് അനുകൂലിക്കുന്ന രീതിയിൽ, പോലീസിനോട് അനുകൂലിക്കുന്ന രീതിയിൽ പലവിധ മാറ്റങ്ങളും കണ്ടിട്ടുണ്ട്. എന്നെ ഇവിടെ ആദരിച്ച ഒരു ചടങ്ങിൽ നമ്മൾ പോയത് പഞ്ചാബിലാണ്. ഒരുപക്ഷെ നമ്മളിൽ പലരും അറിയായിരിക്കും, ഇന്ത്യയിൽ ഏറ്റവും അധികം GDP-യിൽ മുന്നിൽ നിന്നൊരു സംസ്ഥാനമായ പഞ്ചാബ് എന്തുകൊണ്ട് ഈ തരത്തിലേക്ക് വളരെയധികം പിന്നാക്കം പോയത് ഈ ലഹരി വസ്തുക്കളുടെ പ്രസരം കൊണ്ടാണ്. അതിലേക്ക് നമ്മുടെ സംസ്ഥാനം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹവും മാധ്യമങ്ങളും ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവിധ സപ്പോർട്ട് നൽകുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ ഞങ്ങൾ പറയുന്നത്, നമ്മൾ ഈ ഓരോ ജില്ലയും കടന്നു ചെന്ന് ഈ ലഹരിയുടെ കൂടുതൽ അപകടം കണ്ടപ്പോൾ ഉറവിടങ്ങളിൽ പോയി ബോംബിടണം എന്നുവരെയൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ കൺട്രോൾ പോയി. അപ്പോൾ താൻസാനിയയിലുള്ള ഈ അപകടകാരികളെ അവിടെ പോയി പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇവർക്ക് അപാരമായ ധൈര്യമുണ്ട്. കാര്യം ഇത് ഈ മാഫിയ സംഘങ്ങളെന്ന് വെച്ചാൽ വെട്ടും കൊലയും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും 10 കൊലപാതകമൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. അവരുടെ ഉറവിടത്തിൽ പോയി അവന്മാരുടെ പൊന്നാപുരം കോട്ടയിൽ പോയി ഇവരെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ കോടതികളിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മൾ സല്യൂട്ട് ചെയ്യണം. ഒരു ബിഗ് സല്യൂട്ട് ടു ദീസ് പോലീസ് ഓഫീസേഴ്സ് കേട്ടോ, പോലീസുകാർക്ക്. അപ്പോൾ അവർക്ക് നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മുടെ ഒരു ചെറിയ ഒരു ആദരവിൻ്റെ പ്രതീകമായിട്ട് ഒരു സാധനം നൽകുന്നു. അത് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്, അത്രയും വില കൂടിയൊരു സാധനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. 24-ൻ്റെ കപ്പാണിത്. ഞങ്ങളെ മോഹിക്കുന്ന ഒരു കപ്പാണ്. ഇതിൻ്റെ മോഹവില എത്രയാണെന്ന് ഹാഷ്മി പറയും. 500 കോടിയാണ് മോഹവില. യഥാർത്ഥ വില 364. ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് 2 വാക്ക് സംസാരിക്കാനായി മർക്കസ് ഡയറക്ടർ ജനറൽ ശ്രീ സി മുഹമ്മദ് ഫൈസി ക്ഷണിക്കുന്നു. അതിനു മുമ്പായി ഈ ലഹരി വിരുദ്ധ കേരള യാത്രയുടെ നായകൻ SKN മർക്കസിൻ്റെ ആദരവ് സമർപ്പിക്കുന്നതിന് വേണ്ടി
ആദരണീയരായ സി ഉസ്താദിനെയും SKNനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി ഹാജി ഇബ്രാഹിം ആദരവ് സി ഉസ്താദിന് നൽകും. ഇരുവരെയും സാദരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ദർപ്പണം. ബഹുമാന്യരായ സഹോദരന്മാരെ, 24-ൻ്റെ പ്രേക്ഷകർ വളരെ അഭിമാനത്തോടെ സാക്ഷികളാകുന്ന നിമിഷങ്ങളാണ് മർക്കസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സ്തംഭമാണ് പത്രപ്രവർത്തനം. നമ്മുടെ രാജ്യത്തെ നന്മയിലേക്ക് നയിക്കാൻ മതപണ്ഡിതന്മാർ ഒരു ഭാഗത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധർമ്മബോധം രൂപപ്പെടുത്താൻ മീഡിയകൾ പണ്ഡിതന്മാരോടൊപ്പം സാമൂഹ്യ നവോത്ഥാന മേഖലയിലെ നായകരോടൊപ്പം മുന്നോട്ട് വരുന്നു എന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. 24 എന്ന് പറയുന്ന ഈ ചാനൽ നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സാധാരണക്കാരുടെ ശ്വാസോച്ഛ്വാസം പോലെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ ചാനലുകൾ കാണുക എന്നത് മാറിക്കഴിഞ്ഞ ഒരു സമയത്താണ് 24 കടന്നു വരുന്നത്. സാമൂഹ്യ പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ചൂരൽമലയിലെ ദൃശ്യങ്ങൾ അപ്പോൾ സമൂഹത്തിന് പകർത്തിക്കൊണ്ടുള്ള ആ മുന്നേറ്റ സമയത്താണ് 24-മായി ഈ വിനീതൻ കൂടുതലെടുത്തത്. സാധാരണ അതിലൊരു അഡിക്റ്റാകുന്ന ഒരു സ്വഭാവം എന്നെപ്പോലെ ചില ആളുകൾക്കൊന്നുമില്ല. പക്ഷെ പിന്നീട് അത് കാണണം എന്ന ഒരു വായിക്കണം അറിയണമെന്ന ഒരാഗ്രഹമുണ്ടായത് അവരുടെ ആ നിഷ്പക്ഷമായ നിലപാട് കൊണ്ടാണ്. ശ്രീകണ്ഠൻ നായരും അതുപോലെ ദീപക് ധർമ്മടവും ഹാഷിമിയും കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ടെലിവിഷൻ അവാർഡ് വാങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല പ്രതിഭകളാണ്. അവരെ ഈ വേദിയിൽ ക്ഷണിച്ചപ്പോൾ, അവർ ഇവിടെ വന്നപ്പോൾ ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് സന്തോഷമറിയിക്കുകയും മർക്കസിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരുടെ പ്രവർത്തനം ഉപയോഗപ്പെടുത്തുക എന്നതുകൂടി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നല്ല ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. ഒരു മതേതര രാജ്യമായതുകൊണ്ട് മതപരമായ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കാൻ ഇവിടെയുള്ള മീഡിയകൾക്കൊന്നും കഴിയില്ല എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് കുട്ടികളുടെ ചോദ്യം. ആ ചോദ്യവും മറുപടിയും എല്ലാം ഇവിടെ നടന്നു. എല്ലാവർക്കും ഈ സമയത്ത് സന്തോഷങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജാമിയ മർക്കസ് പ്രൊഫസർ ചാൻസലർ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടിനെ കൂടെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കും. ഗുഡ് ഈവനിങ് വിത്ത് SKN സർ. ഞങ്ങൾ സാധാരണ ഗുഡ് മോർണിംഗ് വിത്ത് SKN കാണുന്നവരാണ്. ഇന്ന് ഗുഡ് ഈവനിങ് വിത്ത് SKN. ഞാനൊന്നും സംസാരിക്കുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രമാണ്. കാരണം വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഒരു മാസം മുമ്പ് ഞാൻ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്. ഒരു മാസം മുമ്പ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി മറ്റൊരു ചാനൽക്കാർ ഈ മർക്കസിൽ വന്നു. ആ ചാനലിൻ്റെ നല്ല റിപ്പോർട്ടർമാരാണ്, പേരിലേക്കുള്ള സൂചനയും കൂടി അതിലുണ്ട് എന്ന് ഞാൻ പറയാണ്. അവർ ഇവിടെ വന്ന് നമ്മുടെ കുട്ടികളെയൊക്കെ കൂടെ ഇരുന്ന് ഡാഷ് ചാനലിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് പിന്തുണ എന്ന് അടിച്ചതിന് ശേഷം അവരെഴുതിയ ഒരു വരി, അത് SKN പ്രത്യേകം ശ്രദ്ധിക്കണം, ദീപക് പ്രത്യേകം ശ്രദ്ധിക്കണം,
ആ എൻകൗണ്ടറിലെ ഇൻട്രോയിലൂടെ ലോകം മുഴുവൻ ശ്രദ്ധയാകർഷിച്ച ഹാഷ്മി റഫ്സഞ്ചാനി എന്ന് കൂടി പറയട്ടെ, അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെഴുതിയ റൈറ്റപ്പ് കണ്ടോ, ലഹരിയോട് നോ പറഞ്ഞ് മർക്കസിലെ കുട്ടികൾ. ഞാൻ ചോദിക്കുകയാണ്, ഈ ലഹരിയോട് നോ പറഞ്ഞ് മർക്കസിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇവർ ചാനലുകാർ കുറച്ച് ലഹരിയൊക്കെ കൊണ്ടുവന്ന് തരണം ഇവിടെ, അപ്പോൾ കുട്ടികൾ പറഞ്ഞു നോ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയണം. അല്ലെങ്കിൽ അവർ നേരത്തെ ലഹരിക്ക് അടിമപ്പെട്ടവരാകണം. ഇവരിവിടെ വന്ന് ക്യാമ്പയിൻ നടത്തിയപ്പോൾ കുട്ടികൾ പറഞ്ഞു ശരി ഞങ്ങൾ ഇനി ഒരിക്കലും അത് ഉപയോഗിക്കൂല. ലഹരിയോട് അടുത്തുപോലും നിൽക്കാത്ത ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ക്യാമ്പയിൻ വിജയിപ്പിച്ച് പോയിട്ട് അതിന് റൈറ്റപ്പ് കൊടുത്തത് മർക്കസിലെ കുട്ടികൾ ഇവരുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി ലഹരിയോട് നോ പറഞ്ഞു എന്നുള്ളൊരു സൂചന വലിയ തെറ്റായ സൂചനയാണ്. അത് നേരത്തെ തന്നെ ഒന്ന് അവരുടെ മുന്നിൽ പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും അവരുടെ മുന്നിൽ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും SKNനെയും ഈ വിദ്യാർത്ഥി സമൂഹത്തെയും സാക്ഷിയാക്കിക്കൊണ്ട് ഹാഷിമിയുടെയും അതുപോലെ തന്നെ ദീപക് ധർമ്മടത്തിൻ്റെയും പ്ലസ് ഡാൻസ് ഓഫാണോ സാറ്? ഡാൻസ് ഓഫ് അല്ല, ഡാൻസ് ഓഫാണ് ഈ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യും. കിരൺ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആ വിയോജിപ്പ് ശക്തമായി രേഖപ്പെടുത്തും. അതെ, ഇതുമായി സഹകരിച്ച് വന്ന പോലീസുകാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും പ്രത്യേക നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ. SSFന്റെ ദേശീയ പ്രസിഡന്റും മർക്കസിന്റെ ഡയറക്ടറുമായ ശ്രീ ഉബൈദുള്ള സക്കാഫയെ കൂടെ 2 വാക്ക്. ഈ നല്ല സായാഹ്നത്തിൽ 24 ഈ ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചതിലുള്ള എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ അങ്ങേയറ്റത്ത് പൂഞ്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം SSFൻ്റെ ദേശീയ കൗൺസിൽ നടന്നത്. ആ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും രാജ്യത്തിന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന രൂപത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ലഹരി കടത്തുന്നു എന്നുള്ള പല നിലക്കുള്ള വാർത്തകൾ വരുമ്പോഴും നമ്മുടെ രാജ്യം വളരെ ഭീതിയിലാണ്, നമ്മുടെ നാട് വളരെ പേടിയിലാണ്. ഇത്തരം ആളുകൾക്കെതിരെ ഇങ്ങനെയുള്ള ക്യാമ്പയിനുകളുമായി നമ്മുടെ ഈ വാർത്താ മീഡിയകൾ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ അതുവഴി രാജ്യത്തെ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുമ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. 24ൻ്റെ ഈ കപ്പ് കിട്ടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഗ്രാൻഡ് സൺ മോർണിംഗ് ന്യൂസ് ഗുഡ് മോർണിംഗ് വിത്ത് SKN കാണുമ്പോൾ പലപ്പോഴും അതേ ഈ കപ്പ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. ഇത് കാപ്പി ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അദ്ദേഹം നമ്മളെ കവളിപ്പിക്കാനാണോ? ഏതായാലും എൻ്റെ പേരക്കുട്ടി പറയും ഉപ്പ ഒന്ന് ആ കപ്പൊന്ന് എനിക്ക് വാങ്ങിച്ചു തരണം. ഏതായാലും ഇന്ന് അത് സാധ്യമായി. താങ്ക് യു, താങ്ക് യു. മർക്കസിലെ എല്ലാവർക്കും നമ്മൾ 24ൻ്റെ ഭാഗത്തു നിന്ന് നന്ദി അറിയിക്കുകയാണ്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, അതുപോലെ എല്ലാവരും. SKN വീണ്ടും മർക്കസ് വിദ്യാർത്ഥി ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ ലൈവായി ചെയ്തൊരു ഗ്രാഫിറ്റി സമയം അടുത്ത SKNൻ്റെ പേര് അറബിക് കാലിഗ്രാഫിയിൽ ഒരു വിദ്യാർത്ഥി ചെയ്തുകൊണ്ട് ആ വിദ്യാർത്ഥിയോട് ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട്. അത് കൊള്ളാം സാർ, അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഉറപ്പായിട്ടും. SKN അറബിയിൽ SKNൻ്റെ പേര് എഴുതിയാണത്. അറബിയിൽ R ശ്രീകണ്ഠൻ നായർ എഴുതിയാണ്. അതെ 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 അതെ. ഇത് SKN ഒന്ന് വായിച്ചേക്കാവും, SKN ഒന്ന് വായിച്ചേക്കാവും. ശ്രീകണ്ഠൻ നായർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആഷ്മി മദ്രസയിലൊക്കെ മര്യാദയ്ക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് അറബി കുറച്ചറിയാം. അപ്പോൾ താങ്ക് യു ഓൾ.
ഇന്നിവിടെ എത്തിയവർ, അതുപോലെ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ ഷമീം ആരോഗ്യം വയ്യെങ്കിലും അവിടെ വന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. കേരള യാത്രക്ക് ഞങ്ങളെ ക്യാമ്പസിനെ തിരഞ്ഞെടുക്കുകയും മഹത്തായ ഈ ദൗത്യത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്ത എല്ലാ 24-ൻ്റെ അംഗങ്ങൾക്കും മർക്കസ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒറ്റവാക്കിൽ നന്ദി ആശംസിച്ചു നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പിരിയുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.